നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ ഈശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഓം ഋഗുർമത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാതാ വാസ്തുശാസ്ത്രോപദേശകഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഫെങ്ഷുയി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ സപ്തശക്തികളെ പറ്റി 7 ഫോഴ്സസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു. ഇൻ്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രത്തിലെ 7 ശക്തികൾ, അതിനെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ അറേഞ്ച്മെന്റ് ഫോഴ്സ് വരെ, അതായത് ക്രമീകരണ ശക്തി അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഫോഴ്സ് വരെ ഉള്ളത് അത് എടുത്തു. അതൊന്നും എടുക്കട്ടെ. സെക്കൻഡ്. ക്രമീകരണ ശക്തി, അറേഞ്ച്മെന്റ് ഫോഴ്സ്, അതായത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് വീട്ടിലുള്ള വിവിധ സാധനങ്ങൾ, നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ട്. മേശ, കസേര, കട്ടില്, അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെ വസ്തുക്കളൊക്കെ മിക്കവാറും ന്യൂട്രൽ എനർജിയാണ്. നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ കാണും. അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, ഇൻവെർട്ടർ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെയുള്ള TV തുടങ്ങിയ അതിനൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസിലൊക്കെ ഒരു നെഗറ്റീവ് എനർജി കാണും. അതുപോലെ പോസിറ്റീവ് എനർജി ഉള്ളതാണ് മിക്കവാറും പൂജാമുറിയിലൊക്കെ വയ്ക്കുന്ന വിഗ്രഹങ്ങൾ, പടങ്ങൾ, അങ്ങനെയുള്ളതിനൊക്കെ പോസിറ്റീവ് എനർജി കാണും. അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് വയ്ക്കുന്ന പോസിറ്റീവ് എനർജി ടൂൾസ് ഉണ്ട്, അനുകൂല ഊർജ്ജ ഉപകരണങ്ങൾ. ഇപ്പോൾ പാർക്കോ മിറർ, അതുപോലെ 3 legged ഫ്രോഗ്, മുക്കാലൻ തവള, ജം ട്രീ, ഇങ്ങനെയൊക്കെയുള്ള പല പോസിറ്റീവ് എനർജി ടൂൾസ് അല്ലെങ്കിൽ അനുകൂല ഊർജ്ജ ഉപകരണങ്ങൾ, അതുമൊക്കെ പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് പോസിറ്റീവ് എനർജി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ പോസിറ്റീവ് എനർജി. പിന്നെ ന്യൂട്രലായിട്ടുള്ളതാണ് കസേര, മേശ, കട്ടിൽ, അങ്ങനെയുള്ളതൊക്കെ ന്യൂട്രൽ എനർജിയാണ്. അതാണ് വീട്ടിലെ വിവിധ സാധനങ്ങൾ, മേശ, കസേര, കട്ടിൽ, അലമാര, വാഷ് ബേസിൻ, ഇതിൽ കിടക്കുന്ന നോക്കുക, അടുപ്പ്, സിങ്ക്, ഫ്രിഡ്ജ് തുടങ്ങിയവ എവിടെ, എങ്ങനെ, ഏത് ദിശയ്ക്ക് അഭിമുഖമായി വെച്ചിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് വെക്കേണ്ടത്, ഏത് ദിശയ്ക്ക് ഫേസ് ചെയ്ത് വെക്കണം, എങ്ങനെ വെക്കണം, ഇതൊക്കെ ക്രമീകരണ ശക്തിയിൽ വരുന്നതാണ്. അതനുസരിച്ചാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ അറേഞ്ച്മെന്റ് ഫോഴ്സ് കൂടുതലായിരിക്കും. അതല്ല ശരിയായ ദിശയ്ക്ക് ഫേസ് ചെയ്തോ അല്ലെങ്കിൽ ശരിയായ ദിശയിലല്ല വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ക്രമീകരണ ശക്തി കുറവ് വരും. ഓരോ വീട് തൂക്കാതെയും വലയടിക്കാതെയൊക്കെ വൃത്തികേടായിട്ടേക്കുക. ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്നെങ്കിലും ആവശ്യം വരുന്ന കരുതി, ഉദാഹരണത്തിന് ഇപ്പോൾ ഡ്രസ്സ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ 4, 5, 10 വർഷങ്ങൾക്കൊക്കെ വാങ്ങിച്ച ഡ്രസ്സുകളായിരുന്നു. അതൊക്കെ നമ്മൾ ഈ സാധനം അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാലും അലമാരിക്കകത്ത് ഇങ്ങനെ ചിലപ്പം നമ്മുടെ കൈ തൊടാതെ ചിലപ്പോൾ അവിടെ ഇരിപ്പുണ്ടെന്ന് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിലൊക്കെ ക്ലട്ടർ ഉണ്ടാകുന്നതാണ്. ഒരു വർഷത്തിൽ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെടുത്തൊന്ന് തേച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൽ ക്ലട്ടർ ഉണ്ടാകും. അപ്പോൾ പഴയ പേപ്പറുകൾ, പഴയ മാഗസീൻ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഒരിക്കൽ വായിച്ചോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിരിക്കും. അത് പിന്നെ വർഷങ്ങളോട് ചിലപ്പോൾ തൊട്ടില്ലാന്ന് വരും. അങ്ങനെ നമ്മുടെ കൈ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാത്ത വസ്തുക്കളിൽ യാതൊരു സംശയമില്ല ക്ലട്ടർ എന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയാണ്. അത് ആ ക്ലട്ടർ ഉണ്ടാകും. അപ്പം അങ്ങനെ ക്ലട്ടർ ഉള്ള കൂടുതൽ സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേരുമ്പം ഒരു കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ അത് വീടിൻ്റെ ക്രമീകരണ ശക്തി കുറയ്ക്കുന്നതാണ്. അതാണ് അവസാനം കഴിക്കുന്നത്. ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്തെങ്കിലും ആവശ്യം വരുന്ന കയ്യിൽ സൂക്ഷിക്കുക. അതൊക്കെ ക്ലട്ടർ ഫോർമേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ ക്രമീകരണ ശക്തിയിൽ ഓരോ മുറിക്കും പ്രത്യേക ക്രമീകരണ ശക്തിയുണ്ട്. ഓരോ മുറിക്കും തന്നെ ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോയ്ലറ്റ് തന്നെ എടുക്കുക. ഒരു വീട്ടിലെ സാധാരണ കൂടുതൽ നെഗറ്റീവ് എനർജി വരാൻ ചാൻസ് ഉള്ള ഒരു മുറിയാണ് ടോയ്ലറ്റ്. കാരണം ടോയ്ലറ്റ് ഒന്നുകിൽ ഡ്രെയിനേജ് സിസ്റ്റമായിട്ടോ അല്ലെങ്കിൽ
സെപ്റ്റിക് ടാങ്കുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, പൈപ്പ് വഴി കണക്ഷനുണ്ട്. അപ്പോൾ ആ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നതും ഡ്രെയിനേജ് പൈപ്പുകൾ എന്നൊക്കെ പറയുന്നതൊക്കെ ഹൈലി നെഗറ്റീവാണ്, വളരെയധികം നെഗറ്റിവിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ നെഗറ്റീവ് എനർജി ഈ പൈപ്പുകളിൽ കൂടി വന്ന് നമ്മുടെ ടോയ്ലറ്റിലേക്ക് വരും. നമ്മുടെ ടോയ്ലറ്റിലേക്ക് വന്ന് അത് കുറച്ച് നമ്മുടെ വീട്ടിലൊക്കെ പരക്കാനിടയുണ്ട്. അപ്പോൾ അത് അങ്ങനെ നെഗറ്റിവിറ്റി കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് ടോയ്ലറ്റുകൾ. അപ്പോൾ അത് തന്നെ മാത്രമല്ല, ഇപ്പൊ ടോയ്ലറ്റുകളിൽ സാധാരണ നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ച് യൂറോപ്യൻ ക്ലോസറ്റും ഒക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം അതിലെപ്പോഴും കാണും. അപ്പൊ അങ്ങനെ വെള്ളം കാണുമ്പോൾ വെള്ളത്തിനൊരു ഗുണമുണ്ട്, നെഗറ്റീവ് എനർജി അത് അബ്സോർവ് ചെയ്യും. നെഗറ്റീവ് എനർജി അതിൽ കൂടെ കടന്നു പോകാതെ അത് അബ്സോർവ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ക്ലോസറ്റിലൊക്കെ ഒരു വെള്ളത്തിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് ഈ വരുന്ന നെഗറ്റീവ് എനർജി ആ വെള്ളത്തിൽ അലിഞ്ഞു, വെള്ളത്തിൽ അത് ഡിസോൾവ് ആവും. അലിഞ്ഞു പോകുമ്പോൾ വെളിയിലോട്ട് അധികം നെഗറ്റീവ് എനർജി വരില്ല. അപ്പൊ അത് ശരിക്കൊരു ബ്ലോക്കാണ്, നെഗറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന ഒരു ഇതാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ വെള്ളം നമ്മളിപ്പം പിന്നെ എപ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് അല്ല എന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ഗസ്റ്റ് റൂമിലൊക്കെ ചിലപ്പം വല്ലപ്പോഴൊക്കെ ആയിരിക്കും ആ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടോയ്ലറ്റിൽ ഈ വെള്ളം മാറുന്നില്ല, നമ്മൾ ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഈ നെഗറ്റീവ് എനർജി സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്നും ഒക്കെ വരുന്ന ആ നെഗറ്റീവ് എനർജി വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വെള്ളം ആ നെഗറ്റീവ് അബ്സോർവ് ചെയ്ത് ഒരു ലെവൽ വരെ അബ്സോർവ് ചെയ്യും. പക്ഷെ കുറെ കഴിയുമ്പം ആ വെള്ളം ആ നെഗറ്റീവ് എനർജി കൊണ്ട് സാച്ചുറേറ്റഡ് ആകും. അപ്പൊ അതിന് പിന്നെ നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിലെത്തും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന നെഗറ്റീവ് എനർജിയൊക്കെ ആ വെള്ളം അബ്സോർവ് ചെയ്യില്ല, നേരെ നമ്മുടെ ടോയ്ലറ്റ് വഴി നമ്മുടെ മറ്റു മുറികളിലേക്കും എല്ലാം ആ നെഗറ്റീവ് എനർജി പരക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്, ഈ ചെല്ലു പറയും പിന്നെ ടോയ്ലറ്റ് ഒക്കെ വയ്ക്കുമ്പോൾ ടോയ്ലറ്റ് തെറ്റായ സ്ഥാനത്തും ഒക്കെ ടോയ്ലറ്റ് വരുമ്പോഴത്തേക്ക് ഈ ടോയ്ലറ്റ് ഞങ്ങൾ ഉപയോഗിക്കുന്നേ ഇല്ല. അവിടെ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് ദോഷം കുറയുന്നതായിരിക്കും. പക്ഷെ ശരിക്ക് ഉപയോഗിക്കുന്ന ടോയ്ലറ്റിനേക്കാൾ ദോഷമാണ് ഉപയോഗിക്കാത്ത ടോയ്ലറ്റ്. കാരണം വെള്ളം ഇങ്ങനെ മാറാതെ കിടന്നിട്ട് നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ടോയ്ലറ്റിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, ദിവസം ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കാത്ത, എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോയ്ലറ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ ദിവസങ്ങളോളം ഉപയോഗിക്കാതിരിക്കുന്ന ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ഫ്ലഷ് ചെയ്യണം. ഫ്ലഷ് ടാങ്ക് ഉണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കണം, ഒരു ബക്കറ്റ് വെള്ളം അതിൽ ഡെയിലി ഒഴിക്കണം. അപ്പൊ അങ്ങനെ ചെയ്താൽ ആ പഴയ വെള്ളം മാറി പുതിയ വെള്ളം അവിടെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യാൻ അതിന് കഴിവുണ്ടാവും. അപ്പോൾ ആ ദിവസം ഒരിക്കലെങ്കിലും അങ്ങനെ ഫ്ലഷ് ചെയ്യുകയൊക്കെ ചെയ്താണെങ്കിൽ ഒക്കെ. അതുപോലെ തന്നെ പിന്നെ വേറൊന്ന് ഈ ക്രമീകരണ ശക്തിയെ ബെറ്റർ ആക്കാനുള്ളത്, ഈ കല്ലുപ്പ്, ഒരു പിഞ്ഞാണി പാത്രം, കുറച്ച് വിസ്താരമുള്ള നമ്മൾ കൂട്ടാൻ ഉപയോഗിക്കുന്ന, വലിയ ചോറിനാൻ ഉപയോഗിക്കുന്ന അത്ര വലിപ്പത്തിലുള്ള വേണ്ട, ഈ സാധാരണ ഈ കൂട്ടാൻ ഉപയോഗിക്കുന്ന ചെറിയ പിഞ്ഞാണി പ്ലേറ്റ്, അതിനകത്ത് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നിരത്തണം, പരത്തി വെക്കണം. അത് നമ്മുടെ ടോയ്ലറ്റിൽ അധികം വെള്ളം വീഴാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും തുറന്നു വെച്ചേക്കണം, ഓപ്പൺ ആയിട്ട് അടയ്ക്കാതെ തുറന്നു വെച്ചേക്കണം. അങ്ങനെ വെക്കുമ്പോൾ ഈ ഉപ്പിനൊരു പ്രത്യേക ശക്തിയുണ്ട്, അത് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കും, അബ്സോർവ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഉപ്പ് ആ ടോയ്ലറ്റിൽ വരുന്ന നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുകയും അങ്ങനെ. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഉപ്പ് മാറ്റണം. ഉപ്പ് മാറ്റാതിരുന്നാൽ ഈ ഉപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ നെഗറ്റീവ് എനർജിയെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുറെ കഴിയുമ്പോൾ ഈ ഉപ്പും ഈ നെഗറ്റീവ് എനർജിയോടെ നിറമൊക്കെ അതിനെ മാറി വരും. അപ്പൊ ഈ ഉപ്പിൽ നെഗറ്റിവിറ്റി വളരെ കൂടുതലാവുകയും അവർക്ക് പിന്നെ ഉപ്പിന് വീണ്ടും കൂടുതൽ നെഗറ്റീവിനെ അബ്സോർവ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പം ആ ഉപ്പിലുള്ള നെഗറ്റിവിറ്റിയും കൂടെ നമുക്ക് പിന്നെ സഹിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉപ്പ് വയ്ക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ പ്ലേറ്റ് ആ ഉപ്പ് തിരിച്ച് ക്ലോസറ്റിലോട്ട് തന്നെ കിട്ടാൽ മതി. ക്ലോസറ്റിലോട്ട് തന്നെ ഇട്ടൊന്ന് ഫ്ലഷ് ചെയ്ത് അതൊന്ന് കഴുകി വൃത്തിയാക്കി, കൈയും പിന്നെ ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ സോപ്പിലോ ഒക്കെ നല്ലപോലെ കൈ കഴുകണം. കാരണം അതിനകത്തൊക്കെ നെഗറ്റിവിറ്റി കയ്യിലൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആഴ്ച ഒരു ദിവസമെങ്കിലും ആ ഉപ്പ് ആ ക്ലോസറ്റിൽ തന്നെ കംപ്ലീറ്റ് കളഞ്ഞിട്ട് ആ പ്ലേറ്റ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി, ഇച്ചിരി വെയിലത്തോട്ട് ഉണ്ടെങ്കിൽ വെയിലത്ത് ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ ഒന്ന് ഉണക്കിയിട്ട് വീണ്ടും അത് ടോയ്ലറ്റിൽ കൊണ്ട് വെച്ചേക്കുക. വീണ്ടും ഉപ്പ് മാറ്റി പുതിയ ഉപ്പ് ഇട്ടിട്ട് നിരത്തി ടോയ്ലറ്റിൽ കൊണ്ട് വെച്ചേക്കുക. ആഴ്ച ഒരിക്കലെങ്കിലും അങ്ങനെ മാറ്റണം. അപ്പൊ അതൊക്കെ ചെയ്യാമെങ്കിൽ നമ്മുടെ വീടിന്റെ ക്രമീകരണ ശക്തി കൂടാൻ നല്ലതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ ഡ്രോയിങ് റൂമിലാണെങ്കിൽ, ഡ്രോയിങ് റൂമിൽ നമുക്ക് വടക്ക് വശത്ത് നമുക്കറിയാം ഇത് ഫിഷ് ടാങ്ക്, അക്വേറിയം നല്ലതാണ്. അപ്പൊ ഒരു ഫിഷ് ടാങ്ക് നമ്മൾ വാങ്ങിച്ചു വെക്കുക. ഫിഷ് ടാങ്ക് വെച്ചിട്ട് അതിൽ മീനെ വെക്കുക. അപ്പൊ അതിനകത്ത് എയർ ബബിൾസും ഒക്കെ വേണം. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ആ ഫിഷ് എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് ചിലപ്പം ചത്തുപോയെന്നൊക്കെ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ മാറ്റണം, പുതിയ മീനെ ഇടണം.
അപ്പൊ അങ്ങനെ അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് അഴുക്കാകാതെ വെള്ളം അഴുക്കാകാതെ സൂക്ഷിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും വടക്കുവശത്ത് വെള്ളം അത് മൂവിങ് വാട്ടറാണ്. ബബിൾസ് ഒക്കെ വരുമ്പോൾ ഒരു മൂവ്മെന്റ് വരും വെള്ളത്തിന്. അപ്പൊ അങ്ങനെ മൂവിങ് വാട്ടറൊക്കെ വടക്കുവശത്ത് വരുന്ന വെള്ളം നല്ലതാണ് നമ്മുടെ വീടിന്റെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ, യിൻ യാങ് ബാലൻസിങ് മെച്ചപ്പെടുത്താൻ നല്ലതാണ്. ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. ഇതൊക്കെ വളരെ കൂടുതലായിട്ട് അതിന് ഈ പിന്നെ ഫിഷ് ടാങ്കിനകത്ത് എവിടെ എന്ത് വേണം. എയർ ബബിൾസ് വായുമൂലയുടെ ആയിട്ടുള്ള വടക്ക് പടിഞ്ഞാറാണ് നല്ലത്. അപ്പൊ ഏതൊക്കെ എന്തൊക്കെ വേണം. അതുപോലെ കല്ലുകൾ വേണമെങ്കിൽ പല നിറത്തിലുള്ള കല്ലുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതൊക്കെ നമുക്ക് ആ നിറത്തിനനുസരിച്ച്, കാരണം വടക്ക് കിഴക്കെന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ആണ്. അപ്പൊ അവിടെ വേണമെങ്കിൽ വെള്ള നിറത്തിലുള്ള കല്ലുകൾ ഇടാം. അങ്ങനെ തെക്ക് പടിഞ്ഞാറ് മൂല, അതായത് ഫിഷ് ടാങ്കിന്റെ തെക്ക് കിഴക്ക് മൂല, അഗ്നിമൂലയുടെ ഭാഗത്ത്, ഫിഷ് ടാങ്കിന്റെ അഗ്നിമൂലയുടെ ഭാഗത്ത് ചുമന്ന നിറത്തിലുള്ള കല്ലിടാം. കാരണം അഗ്നിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ നിറം അനുസരിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പുസ്തകം വായിച്ചു നോക്കുക. പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് പുസ്തകം വായിച്ച് മനസ്സിലാക്കി ആയിരിക്കും ഏറ്റവും നല്ലതും. എല്ലാം കൂടെ നമുക്ക് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കാതുകൊണ്ട് അതുകൊണ്ട് ക്രമീകരണ ശക്തിയെ പറ്റി ഇത്ര അറിഞ്ഞാൽ മതി. പെട്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ലട്ടർ ഫോർമേഷൻ. ആവശ്യമില്ലാതെ കൂടുതൽ വെച്ചേക്കുമ്പോൾ നമ്മൾ വീട്ടിലെ ലൈറ്റുകളൊക്കെ, വീട്ടിലെ ഇലക്ട്രിക് ലൈറ്റുകളൊക്കെ ഉള്ള ബൾബോ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ LED ബൾബോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ശരിക്കും മിനിമം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കണം. ആ ബൾബിൽ പൊടിമാറ്റി. അപ്പൊ അല്ലെങ്കിൽ അതിനകത്ത് ക്ലട്ടർ വരും. അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അതിലും എല്ലാം ക്ലട്ടർ വരും. നമ്മുടെ മേശപ്പുറങ്ങളും എല്ലാം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ കംപ്ലീറ്റ് വൃത്തിയായിട്ട് തുടച്ച്, ഈവൻ ഭിത്തി അങ്ങനെയുള്ള എല്ലാം തുടക്കണം. അല്ലെങ്കിൽ അവിടെ എല്ലാം ഈ ക്ലട്ടർ ഉണ്ടാവുകയും അത് നെഗറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ക്രമീകരണ ശക്തി അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഫോഴ്സ്. ഇപ്പം വിവിധ മുറികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ സ്റ്റഡി റൂമോ അല്ലെങ്കിൽ പൂജാമുറി, ഇതിന്റെയൊക്കെ ഓരോ മുറികളുടെയും ക്രമീകരണ ശക്തി അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഫോഴ്സ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് പുസ്തകത്തിലുണ്ട്. അതാണ് വിവിധ മുറികളുടെ ക്രമീകരണ ശക്തി. റെഫർ ടെക്സ്റ്റ് പുസ്തകത്തിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഈ സെവൻ ഫോഴ്സസ് എന്നുള്ളതിനകത്ത് അറേഞ്ച്മെന്റ് ഫോഴ്സ് എന്നുള്ള ഭാഗത്ത് ഇത് ഓരോ മുറികളുടെയും പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. അടുത്ത അഞ്ചാമത്തത്, ഇപ്പൊ 4 കഴിഞ്ഞു. ക്രമീകരണ ശക്തി ആദ്യത്തത് പിന്നെ എർത്ത് ഫോഴ്സ്, രണ്ടാമത്തെ ബിൽഡിംഗ് ഫോഴ്സ്, മൂന്നാമത്തെ മെറ്റീരിയൽ ഫോഴ്സ്, നാലാമത്തെ അറേഞ്ച്മെന്റ് ഫോഴ്സ്. അപ്പൊ അഞ്ചാമത്തെ 7 ശക്തികളാണ്, സപ്തശക്തികൾ. അതിൽ അഞ്ചാമത്തെ ശക്തിയാണ് ഗ്രഹങ്ങളുടെ ശക്തി അല്ലെങ്കിൽ പ്ലാനറ്ററി ഫോഴ്സ്. അപ്പൊ ഗ്രഹങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രഹങ്ങളുടെ ശക്തി 2 വിധത്തിലുണ്ട്. ഒന്ന്, ആ വീട് വെച്ച സമയത്ത്, ആ വീട് പുതുതായിട്ട് വെച്ച സമയത്ത് അതിൻ്റെ കുറ്റിയടി, അതുപോലെ തന്നെ ശിലാസ്ഥാപനം, കല്ലിടിയില്, കട്ടിള വയ്പ്പ്, ഗൃഹപ്രവേശനം തുടങ്ങിയ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ശരിയായ നല്ല സമയത്ത്, നല്ല മുഹൂർത്തത്തിലാണ് ആ ഗൃഹനാഥയ്ക്കും യോജിച്ച നല്ല മുഹൂർത്തത്തിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പ്ലാനറ്ററി ഫോഴ്സ് അവിടെ കൂടുതലായിരിക്കും. അതേസമയം മുഹൂർത്തമൊന്നും നോക്കാതെ, ഇത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ ഇങ്ങനെ മുഹൂർത്തമൊന്നും നോക്കിയിട്ടില്ല, അവർക്ക് സൗകര്യമുള്ള ഒരു സമയം നോക്കി മുഹൂർത്തം നോക്കാതെ വെച്ചപ്പോൾ ചിലപ്പോൾ മുഹൂർത്തം മോശമായ സമയത്തായിരിക്കും ചിലപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാനറ്ററി ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ശക്തി കുറവായിരിക്കും. അതാണ് ഒന്ന്. അതായത് നമുക്ക് എന്ന് പറയുന്നത് 5 ഗ്രഹങ്ങളുടെ ശക്തിയിൽ എന്ന് പറയുന്നത് ഗ്രഹാരംഭം, ശിലാസ്ഥാപനം, കട്ടിള വയ്പ്പ്, ഗൃഹപ്രവേശം, എഴുതേണ്ട ആവശ്യമില്ല, പുസ്തകത്തിലുണ്ട്, തുടങ്ങി ഗ്രഹനിർമ്മിതിയുമായി ബന്ധപ്പെട്ട പ്രധാന കർമ്മങ്ങൾ ശുഭമുഹൂർത്തത്തിൽ ആണ് നടന്നതെങ്കിൽ ഈ ശക്തി, അതായത് ഗ്രഹങ്ങളുടെ ശക്തി അല്ലെങ്കിൽ പ്ലാനറ്ററി ഫോഴ്സ് കൂടുതലായിരിക്കും. അതാണ് എ. പിന്നെ ബി വേറൊന്നുണ്ട്. ഒരു വീട്ടിൽ 4 5 ആൾക്കൊക്കെ താമസം കാണും. ചിലപ്പോൾ ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ ഗൃഹനാഥ, 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കളൊക്കെ ആ വീട്ടിൽ കാണും. അപ്പൊ അങ്ങനെയാണ് അവരുടെ ഓരോരുത്തരുടെയും ഗ്രഹത്തിന്റെ ശക്തി, അത് അവർ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഗുണകരമോ ദോഷകരമോ ആയ ഒരു പ്ലാനറ്ററി ഫോഴ്സ്, ചിലപ്പോൾ ചൊവ്വാദോഷം, ശനിയുടെ അപഹാരം അങ്ങനെയൊക്കെയുള്ള സമയത്തായിരിക്കാം ചിലപ്പം. അങ്ങനെ വരുമ്പോഴപ്പോൾ അവരുടെ ഗ്രഹങ്ങളുടെ ശക്തി അവർക്ക് പ്ലാനറ്ററി ഫോഴ്സ് കുറവായിരിക്കും. അപ്പൊ ഒരു വീട്ടില് ഇപ്പം 4 പേരുണ്ട്, 4 പേരുടെയും ആ പ്ലാനറ്ററി ഫോഴ്സിലെ ഗ്രഹം ആയിട്ട് ബന്ധപ്പെട്ട ശക്തി കുറവാണെങ്കിൽ അത് ടോട്ടൽ ഗ്രഹങ്ങളുടെ ശക്തിയെ കുറയ്ക്കും. അതല്ല, 4 പേരുടെയും നല്ല സമയം, നല്ല പിന്നെ ഉത്തമമായ സമയമാണ്, അങ്ങനെയാണെങ്കിൽ അത് ഗ്രഹങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കും. അങ്ങനെ
ഇൻഡിവിജ്വലായിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ജനന സമയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഗ്രഹങ്ങളുടെ ശക്തി അനുസരിച്ചും ഈ പ്ലാനറ്ററി ഫോഴ്സിന് വ്യത്യാസം ഉണ്ടാകും. ആണ് 5B. അത് വീട്ടിലുള്ളവരുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട ശക്തി. അപ്പൊ ഇതാണ് 5ാമത്തെ ഗ്രഹങ്ങളുടെ ശക്തി അല്ലെങ്കിൽ പ്ലാനറ്ററി ഫോഴ്സ്. അപ്പൊ 5 ഫോഴ്സായി 7. ഇനി 6ാമത്തത് മനുഷ്യശക്തി അല്ലെങ്കിൽ ഹ്യൂമൻ ഫോഴ്സ് അല്ലെങ്കിൽ പീപ്പിൾ ഫോഴ്സ്. ഇത് 7 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യശക്തി നമുക്ക് ഓരോരുത്തർക്കും ഒരു ശക്തിയുണ്ട്. ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബലമോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ അല്ലാതെ തന്നെ നമുക്ക് 7 ശക്തികളുടെ ഇത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഏതൊക്കെയാണ് 7 ശക്തി നോക്കുക? നമ്മുടെ മനുഷ്യശക്തി എന്ന് പറയുന്നത് അത് 7 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് 7 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത്തത് ഫിസിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ശാരീരിക ശക്തി. ശാരീരിക ശക്തി അല്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ്. ശാരീരിക ശക്തി എന്ന് പറഞ്ഞാൽ 2 വിധത്തിൽ ശരിക്കുണ്ട്. ഒന്ന്, നമുക്കതിൽ ആരോഗ്യം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് ഫിസിക്കൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അസുഖങ്ങളൊന്നും ഇല്ല, നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ആ ആളുടെ ശാരീരിക ശക്തി കൂടുതലായിരിക്കും. അതുപോലെ എന്തെങ്കിലും കാര്യമായ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അവരുടെ ആ ഫിസിക്കൽ ഫോഴ്സ് കുറവായിരിക്കും. അതാണ് ശാരീരിക ശക്തിയുടെ ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ എന്ത് പറഞ്ഞാലും റെഡിയാണ്, വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. എന്തുവാ ചെയ്ത് നമുക്ക് പോവാം എവിടെ. പക്ഷെ ചില ആളുടെ എന്ത് പറഞ്ഞാൽ ഇന്ന് വയ്യ നാളെയാണ്, എല്ലാത്തിനും ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒന്നിനും ഒരു ഉത്സാഹമില്ല, ഒരു എനർജറ്റിക് അല്ല, അല്ലെങ്കിൽ അവർക്ക് ഒന്നും അങ്ങോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല, താല്പര്യക്കുറവ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു താല്പര്യക്കുറവുള്ള ആൾക്കാരുമുണ്ട്. ഏത് പറഞ്ഞാലും റെഡി എന്ന് പറഞ്ഞ് റെഡിയായിട്ടുള്ള ഇത് ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാരുമുണ്ട്. ആ സ്വഭാവത്തിലുള്ളവരുമുണ്ട്. അപ്പൊ അതും അവരുടെ ശാരീരിക ശക്തി അഫക്റ്റ് ചെയ്യും. നല്ല പിന്നെ എന്ത് വന്നാലും റെഡി എന്നുള്ള അങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ ശാരീരിക ശക്തി അല്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ് കൂടുതലായിരിക്കും. ഒന്നും ചെയ്യാത്ത ഒരു പാസീവായിട്ടുള്ള ഒരു താല്പര്യക്കുറവുള്ള ടൈപ്പ്, ഒരു താല്പര്യമില്ല, ഒന്നിനും താല്പര്യമില്ലാത്ത ആൾക്കാരുടെ ശാരീരിക ശക്തി അല്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ് കുറവായിരിക്കും. അപ്പൊ അതും മനുഷ്യശക്തിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ മനുഷ്യശക്തി അല്ലെങ്കിൽ പീപ്പിൾ ഫോഴ്സിലെ ഒന്നാമത്തത് ശാരീരിക ശക്തി അല്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ്. രണ്ടാമത് മാനസിക ശക്തി അല്ലെങ്കിൽ മെന്റൽ ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം, ചിലർക്ക് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് അവരെ പിന്നെ തടസ്സം വന്നാലും അതിനെയൊക്കെ നേരിട്ടിട്ട് അവർ അത് ചെയ്യുകയോ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യും. അതായത് ചില ആൾക്കാരാണ് ചെറിയ തടസ്സം അവരിങ്ങനെ പറയുന്നു, മറ്റവരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി അവരതിൽ നിന്ന് മാറും. അങ്ങനെയുള്ളവർക്ക് മാനസിക ശക്തി കുറവായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം നല്ല മാനസിക ശക്തി അല്ലെങ്കിൽ മെന്റൽ ഫോഴ്സ് ഉള്ളവരെ എന്ത് തടസ്സം വന്നാലും അവർ മുന്നോട്ട് നീങ്ങുവാനുള്ള ആ പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് മെന്റൽ ഫോഴ്സ് അല്ലെങ്കിൽ മാനസിക ശക്തി. അതുപോലെ മൂന്നാമത്തത് ഇമോഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വൈകാരിക ശക്തി. വൈകാരിക ശക്തി അല്ലെങ്കിൽ ഇമോഷണൽ ഫോഴ്സ് പറഞ്ഞാൽ ചിലർ പെട്ടെന്ന് വികാരം ഉണ്ടാവും. അതായത് ചെറിയൊരു കാര്യം മതി ദേഷ്യം വരാൻ, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം മതി അങ്ങേയറ്റ സങ്കടം വരാൻ. കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല, എന്നാലും ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വികാരങ്ങൾ കടിമപ്പെടുക. അങ്ങനെയുള്ളവർക്ക് ഇമോഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വൈകാരിക ശക്തി കുറവായിരിക്കും. പക്ഷേ നല്ല വൈകാരിക ശക്തി അല്ലെങ്കിൽ ഇമോഷണൽ ഫോഴ്സ് കൂടുതലുള്ളവർക്ക് എന്ത് വന്നാലും നോക്കാം എന്നുള്ള ആ ഒരു ശക്തി അവർക്കുണ്ടായിരിക്കും. അതാണ് വൈകാരിക ശക്തി അല്ലെങ്കിൽ ഇമോഷണൽ ഫോഴ്സ്. അതും മനുഷ്യശക്തിയുടെ ഒരു ഭാഗമാണ്. നാലാമത്തത് ഡി എന്ന് പറയുന്നത് ആത്മീയ ശക്തി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫോഴ്സ്. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരാണ്, ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു ബോധം. ഈ ശരീരമല്ല ഈ ഞാൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു ദൈവിക ശക്തി, ഒരു ഡിവൈൻ ഫോഴ്സ് അല്ലെ ഒരു ഡിവിനിറ്റി നമ്മുടെ എല്ലാം ഉള്ളിൽ, ഒരു ദൈവികത നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. അതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ. ആ ബോധം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആത്മീയ ശക്തി ആത്മീയ ശക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോവുകയോ പള്ളിയിൽ പോവുകയോ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആത്മീയ ശക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ആരാണ് ഞാൻ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, ഈ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡിവൈൻ ഫോഴ്സ്, ഒരു ദൈവീക ശക്തിയാണ് ഞാൻ എന്നുള്ള ആ ഒരു ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് ആത്മീയ ശക്തി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അല്ലാത്തവർക്ക് ആ ശക്തി കുറവായിരിക്കും. അപ്പൊ അതും മനുഷ്യശക്തിയുടെ ഒരു ഘടകമാണ് ആത്മീയ ശക്തി. അപ്പൊ 4ആയി. അഞ്ചാമത്തത് ഗ്രഹങ്ങളുടെ ശക്തി അല്ലെങ്കിൽ പ്ലാനറ്ററി ഫോഴ്സ്. അത് മനുഷ്യശക്തിയിൽ കാരണം ഓരോരുത്തരും അവരുടെ ജനിച്ച സമയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നല്ല സമയമായിരിക്കാം അല്ലെങ്കിൽ മോശം സമയമായിരിക്കാം.
അപ്പൊ നല്ല സമയമായിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവരുടെ മനുഷ്യശക്തി പീപ്പിൾ ഫോഴ്സ് അപ്പോൾ അതിനത് മെച്ചപ്പെടുത്തും. അതല്ല അവർക്ക് മോശം സമയമാണെങ്കിൽ അവരുടെ പ്ലാനറ്ററി ഫോഴ്സ് ടോട്ടൽ മനുഷ്യശക്തിക്ക് കുറവുണ്ടാക്കും, ഇടിവുണ്ടാക്കും. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ ശക്തിയും ഈ മനുഷ്യശക്തിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ 5ആയി. ഇനി 2 ഭാഗമുണ്ട്. 6ാമത്തത് ജിയോ ഫിസിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഭൗമിക ശാരീരിക ശക്തി. ജിയോ ഫിസിക്കൽ ഫോഴ്സ്. ഇത് ജിയോ ഫിസിക്കൽ ഫോഴ്സ് പറഞ്ഞാൽ ഇപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ ഒരു മുറി സ്ഥിരമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു മുറിയിൽ നിന്ന് അന്ന് കിടക്കാൻ പറ്റില്ല, വേറൊരു മുറിയിൽ കിടക്കേണ്ടി വന്ന് അവർക്ക് ഉറക്കം പറ്റില്ല. അതല്ലെങ്കിൽ ചില വീടുകളിൽ കിടന്ന് അവർക്ക് വീട് മാറി വേറെടുത്ത് കിടന്ന ഉറക്കം വരില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, കൊല്ലത്തോ അല്ലെ വേറെ സ്ഥലത്ത് പോയാൽ അവർക്ക് ഉറക്കാൻ പറ്റില്ല. ഈവൻ ഉറക്കത്തിന് പറ്റും. ഈവൻ ആഹാരം കഴിക്കാൻ പോലും സ്ഥിരമായിട്ട് അവർ എപ്പോഴും കഴിക്കുന്ന ഒരു മേശയും ഒരു കസേര അല്ല, ഒരു മേശപ്പുറത്ത് 4-5 കസേര ഉണ്ടായാൽ ഏതെങ്കിലും ഒരു കസേരയിലായിരിക്കും ഒരു സ്ഥിരമായിട്ട് ആഹാരം കഴിക്കുന്നത്. ഒരു ദിവസം ആഹാരം കഴിക്കാൻ ചിലപ്പോൾ ആ കസേര വേറെ ആരോ ഇരിക്കുന്നു, അവർക്ക് വേറെ സീറ്റ് മാറിയിരിക്കേണ്ടി വന്നു. അപ്പോഴേ അവർക്ക് അസ്വസ്ഥതയാണ്, കാരണം അവരുടെ സീറ്റ് അവർക്ക് കിട്ടിയില്ല. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവർക്ക് അവരുടെ മനസ്സിനെ പ്രയാസപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അവർക്ക് ജിയോ ഫിസിക്കൽ ഫോഴ്സ് കുറവാണ്. ജിയോ ഫിസിക്കൽ ഫോഴ്സ് കൂടുതലുള്ളവർക്ക് എവിടെയായാലും, അവർക്ക് തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും ഏത് മുറിയിലായാലും ഏത് മേശയിലായാലും കസേരയിലായാലും അതിനെല്ലാം അവർ ഒരുപോലെ കണ്ടു മുന്നോട്ട് പോകാൻ കഴിവുള്ളവർക്കാണ് ജിയോ ഫിസിക്കൽ ഫോഴ്സ് കൂടുതലായിട്ടുള്ളത്. അതാണ് 6ാമത്തത്. ഇനി അവസാനത്തെ 7ാമത്തതെന്ന് പറയുന്നത് കർമ്മഫല ശക്തി അല്ലെങ്കിൽ കാർമിക് ഫോഴ്സ്. നമ്മൾ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം, സൽക്കർമ്മങ്ങളാണെങ്കിൽ അതിന്റെ ഗുണകരമായ ഫലം, അഥവാ ദുഷ്കർമ്മങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷകരമായ ഫലം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം. അപ്പൊ അത് നമ്മളുടെ മനുഷ്യത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ മുമ്പ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണകരമായ ഫലം നമ്മൾ അനുഭവിക്കുകയാണ്. അതെല്ലാം മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷകരമായ ഫലവും നമ്മൾ അനുഭവിക്കണം. അപ്പൊ ഈ 7 കാര്യങ്ങളാണ് പീപ്പിൾ ഫോഴ്സ് അല്ലെങ്കിൽ മനുഷ്യശക്തി എന്ന് പറയുന്നതിന്റെ 7 ഘടകങ്ങൾ. അപ്പൊ ഇത് 7 ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മനുഷ്യശക്തി പൊതുവെ ഇപ്പൊ പെൻഡലം ഡൗസിൽ കൂടെ നോക്കുമ്പോൾ ആ വീട്ടിലെ മനുഷ്യശക്തി കുറവാണെങ്കിൽ ആരുടെ മനുഷ്യശക്തിയാണ് കുറവെന്ന് നോക്കാം. 4 പേര് ആ വീട്ടിലുണ്ട്, ആരുടെയാണ് അങ്ങനെ ആളിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഈ 7 ഘടകങ്ങളിൽ ഏതാണ് അവർ കുറവെന്ന് നോക്കാം. അതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മനുഷ്യശക്തിയെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് 7 ഫോഴ്സിലെ 6ാമത്തെ ശക്തിയാണ് മനുഷ്യശക്തി. ഇനി അടുത്ത 7ാമത്തെ ലാസ്റ്റ് 7 ഫോഴ്സ് ഫെങ്ഷി വാസ്തുവിലെ 7ാമത്തെ ശക്തി ബാഹ്യശക്തികൾ, എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിന് വെളിയിൽ നിന്നും വരുന്ന പല ശക്തികളാണ്. ഇപ്പോൾ ഒരു വീതിശൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് വെളിയിൽ നിന്ന് ഒരു വഴി കൂടെ ഒരു എനർജി വന്നിട്ട് അത് നേരെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്ന വീതിശൂല എന്നൊക്കെ പറഞ്ഞുള്ള നെഗറ്റീവ് എനർജി വരും. അതുപോലെ നമ്മുടെ ഗേറ്റിന്റെ മുമ്പിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഒറ്റത്തടി മരം, വലിയ മരങ്ങളൊക്കെ ഒറ്റത്തടി മരം നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റിന്റെ എതിരെ ഉള്ള വീട്ടിലെ ഗേറ്റ് വരിക, ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെയുള്ള ബാഹ്യശക്തികൾ. അപ്പൊ അത് അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ബാഹ്യശക്തികൾ നമുക്ക് ദോഷകരമായ ഫലം തരും. അപ്പൊ അതാണ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതിന് വീടിന് വെളിയിൽ നിന്നുമുള്ള ശക്തികൾ. പ്രതികൂല ഊർജം, അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില പ്രതികൂല ഊർജ പ്രസരണ വസ്തു, നെഗറ്റീവ് എനർജി വരുന്ന ചില ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന ചില വസ്തുക്കളുണ്ട്. അതൊക്കെ നമ്മുടെ വീടിനകത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു നെഗറ്റീവ് എനർജി റേഡിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അത് നെഗറ്റീവ് എനർജി പ്രസരണം ഉണ്ടാവുകയും അത് നമുക്ക് നമ്മളെ ദോഷകരമായി അഫക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ബാഹ്യശക്തിയിൽ വരും. വീടിന് വെളിയിൽ നിന്നുള്ള ശക്തികൾ, പ്രതികൂല ഊർജ പ്രസരണ വസ്തുക്കളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ശക്തികൾ, ഇതൊക്കെ ബാഹ്യശക്തിയിൽ വരും. എനിക്ക് ബാഹ്യശക്തികൾ 2 വിധത്തിലുണ്ട്, 3 വിധത്തിലുണ്ട്. ഒന്ന് നമുക്കറിയാം, ദൃഷ്ടിദോഷം എന്നൊക്കെ പറഞ്ഞത് മനുഷ്യരുടെ ദൃഷ്ടിയാകാം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ദൃഷ്ടിയാകാം, ഒക്കെ വെളിയിൽ നിന്നാണ്. ആ ദൃഷ്ടി നമുക്ക് വന്നിട്ട് അത് ഒരു ബാഹ്യശക്തിയാണ്, അതുകൊണ്ട് നമുക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകാം, ദൃഷ്ടിദോഷം ഉണ്ടാകാം. അതുപോലെ 3 വിധത്തിലാണ്. ഒന്നാമത്തെ ദൃഷ്ടിദോഷം, അതുപോലെ രണ്ടാമത്തെ ക്ഷേത്രങ്ങളുടെ ദൃഷ്ടിയാകാം, മനുഷ്യരുടെ ദൃഷ്ടിയാകാം. അതുപോലെ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉള്ള ഒരു സാധനം നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി, അതാണ് ബ്ലാക്ക് മാജിക് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ദോഷകരമായിട്ട് വരും. പ്രതികൂല ഊർജ പ്രസരണ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രസരണം, റേഡിയേഷൻ, അത് നമുക്ക് ദോഷകരമായ അനുഭവം ഉണ്ടാക്കിയെന്ന് വരാം.
അത് പക്ഷേ അതിനെ ഇല്ലാതൊക്കെ ബ്ലാക്ക് മാജിക്കിനെ പൂജകളൊക്കെ ചെയ്ത് ചിലപ്പോൾ, പക്ഷെ പൂജയൊക്കെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയാനൊക്കില്ല. എന്നാലും തൽക്കാലത്തേക്ക് അതിന്റെ ശക്തിയെ കുറയ്ക്കാൻ പറ്റും. പക്ഷെ അത് പെർമനന്റ് ആയിട്ട് ഈ ബ്ലാക്ക് മാജിക്കിനെയൊക്കെ അത് എന്താണ് ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജി പ്രസരിപ്പിക്കുന്ന വസ്തു എന്താണെന്ന് നമ്മൾ പെൻഡന്റ് ഹൗസിങ്ങിലൂടെ മറ്റോ കണ്ടെത്തണം. എവിടെയാണ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ മാറ്റണം. പക്ഷെ അതൊരു പ്രൊഫഷണൽ ജോബാണ്, എല്ലാവർക്കും ചെയ്യാൻ ഒരു പ്രൊഫഷണലായിട്ട് അതിനെപ്പറ്റി അതിന്റെ കഴിവുള്ള ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും. പൂജ എന്ന് പറഞ്ഞ അതിന്റെ പ്രതിവിധിയാണ്, പക്ഷെ ഒരു ശാശ്വതമായ പരിഹാരമല്ല. പ്രസ്തുത വസ്തുക്കളെ, അതായത് പ്രതികൂല ഊർജ പ്രസരണമുള്ള വസ്തുക്കളെ കണ്ടെത്തി അതിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സ്ഥായിയായ അല്ലെങ്കിൽ ഏറ്റവും പെർമനന്റ് ആയിട്ടുള്ള ശാശ്വതമായ പരിഹാരം. പക്ഷെ അതൊരു പ്രൊഫഷണൽ ജോബാണ്. അടുത്ത 3 എക്സ്റ്റേണൽ ഫോഴ്സ് 3 മൂന്നാമത്തെയാണ് എക്സ്റ്റേണൽ അറ്റാക്കിംഗ് ഫോഴ്സസ്, ബാഹ്യ ആക്രമണ ശക്തികൾ, എക്സ്റ്റേണൽ അറ്റാക്കിംഗ് ഫോഴ്സസ്. അതിനകത്താണ് ഈ വീതിശൂല, നേർക്ക് നേരെയുള്ള ഗേറ്റുകൾ, വാതിലുകൾ, ഒരു വാതിലിന്റെ നേരെ അടുത്ത വീടിന്റെ വാതിൽ വരിക, മോന്തായ വേദം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മോന്തായ വേദം, ഒറ്റത്തടി മരം വൃക്ഷങ്ങൾ നമ്മുടെ ഡോറിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഗേറ്റിന്റെ മുമ്പിൽ വരിക, അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകൾ വരിക, ഇതൊക്കെ നമുക്ക് വേദദോഷം വരും. ഇതെല്ലാം ബാഹ്യ ആക്രമണ ശക്തികൾ എന്നുള്ളതിനകത്ത് വരും. അപ്പം ഗേറ്റിനും വാതിലിനും ഒക്കെ വേദമായിട്ട് ഇതൊക്കെ ഈ ഒറ്റത്തടി മരങ്ങളും ഇതൊക്കെ ഗേറ്റിനും വാതിലിനും വേദമായിട്ട് വരുന്നതൊക്കെ എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അറ്റാക്കിംഗ് ഫോഴ്സസ് എന്നുള്ളതിനകത്ത് വരും. അപ്പം മനുഷ്യർക്ക് വാസ്തുപരമായി ഉണ്ടാകുന്ന എല്ലാ ഗുണദോഷ ഫലങ്ങൾ, അതായത് നമുക്കിപ്പം ചില കുറെ ഗുണങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാവും, എല്ലാവർക്കും എപ്പോഴും എന്നും ഗുണവും അല്ലെങ്കിൽ എല്ലാവർക്കും എപ്പോഴും ദോഷവും ഉണ്ടാകില്ല. ഗുണദോഷ ഫലങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണമായാലും അതായത് ഗുണഫലമായാലും ദോഷഫലമായാലും അതിൻ്റെ എല്ലാം കാരണം അത് വാസ്തുശാസ്ത്രപരമായിട്ട് ഉണ്ടാകുന്ന മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം. വാസ്തുശാസ്ത്രപരമായിട്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളായാലും ദോഷങ്ങളായാലും അത് ഈ 7 ശക്തികളിൽ ഏതെങ്കിലും ഒന്നിനെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കളുടെ കമ്പൈൻഡ് എഫക്റ്റിനെ അനുസരിച്ചിരിക്കുന്നതാണ്. ഫെങ്ഷുയിൽ പ്രത്യേകം പറയുന്നുണ്ട്, മനുഷ്യർക്ക് വാസ്തുപരമായി ഉണ്ടാകുന്ന എല്ലാ ഗുണദോഷങ്ങളും ഈ സപ്തശക്തികളിൽ ഏതെങ്കിലും ഒരു ശക്തിയുടെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ശക്തികളുടെ ആ കമ്പൈൻഡ് എഫക്റ്റ്, ഒന്നിൽ കൂടുതൽ ശക്തികളുടെയോ പ്രവർത്തന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ 7 ശക്തികളല്ലാതെ മറ്റൊന്നും ഇല്ലെന്നാണ്. വാസ്തുശാസ്ത്രപരമായിട്ട് നമുക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾക്ക് മൂല കാരണം എന്ന് പറയുന്നത് ഈ 7 ശക്തികളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ശക്തികളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടോ ആണ് നമുക്ക് ഉണ്ടാകുന്ന ഗുണഫലമായാലും ദോഷഫലമായാലും ഉണ്ടാകുന്നത്. ഇതാണ് അപ്പം 7 ഫോഴ്സ് ഫെങ്ഷി വാസ്തു അല്ലെങ്കിൽ എന്നുള്ള ആ ചാപ്റ്റർ. അതോടെ ആ ചാപ്റ്റർ തീർന്നു. അപ്പോൾ നമുക്ക് ഫെങ്ഷി നമുക്ക് നമ്മുടെ വർക്കുമായിട്ടൊക്കെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും ബാഗുവ, ലോഷു സ്ക്വയർ, മറ്റേ 3 സർക്കിൾസ്, എനർജി സർക്കിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇത് പ്രാക്ടിക്കലായിട്ട് വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ളതാണ്. നമ്മൾ ഈ ചെയ്ത ഫെങ്ഷി ഇത്രയും നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഇനിയും ഫെങ്ഷി ഞാൻ വളരെ കൂടുതലുണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങൾ ഫെങ്ഷിയിലുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അധികം പ്രയോജനമുള്ള ഈ കാര്യങ്ങൾ ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മളിപ്പം പല വാസ്തുദോഷങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ദോഷങ്ങളെ പറ്റി മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമില്ല. ഒരു ഡോക്ടർക്ക് രോഗങ്ങളെ പറ്റി മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, രോഗങ്ങൾ എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ള അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു വാസ്തു പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് വാസ്തുദോഷങ്ങൾ എന്തെല്ലാമാണ്, അതെങ്ങനെ കണ്ടുപിടിക്കാം, അതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി.
പക്ഷെ ഇനി ആ ദോഷ പരിഹാരങ്ങൾ, എങ്ങനെ ആ ദോഷങ്ങളെ പരിഹരിക്കാം എന്നുള്ളതും ഇനി നമുക്ക് ശരിക്കുള്ള രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഒന്ന് വാസ്തുദോഷ പരിഹാരങ്ങൾ, രണ്ട് അനുകൂല ഊർജ ഉപകരണങ്ങൾ. ആ രണ്ട് ചാപ്റ്റർ പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്ററാണ്. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പൊ അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് വാസ്തുദോഷ പരിഹാരങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. അതിന് മുന്നേ ഒരു ചാപ്റ്റർ ഉണ്ട് സാറേ, സമൃദ്ധികളുടെ മാർഗം 6-ാമത്തെ. അത് വലിയ ഇതല്ല, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. വാസ്തുദോഷ പരിഹാരങ്ങൾക്ക് മുമ്പുള്ള ചാപ്റ്റർ അത് പിന്നെ ഒരു സമൃദ്ധിയിലേക്കുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. സമൃദ്ധിയിലേക്ക് ഒന്നാമത്തെ മാർഗം, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അങ്ങനെ അഞ്ചാമത്തെ 5 മാർഗങ്ങൾ. അതായത് സമൃദ്ധിയിലേക്കുള്ള 5 മാർഗങ്ങൾ. അബൻഡൻസ്, സമൃദ്ധി അബൻഡൻസ് ആണ്. അബൻഡൻസിലേക്കുള്ള 5 മാർഗങ്ങളാണ്. അതിൽ പിന്നെ ജസ്റ്റ് അത് മെയിനായിട്ട് ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ നിന്ന് ഇതൊന്നും അത് അധികം അതിൽ വലിയ പ്രാക്ടീസ് കൊടുത്തിട്ടില്ല. പക്ഷെ ഫെങ്ഷിയില് നമ്മുടെ മനസ്സെങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു അതിനെയൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഫെങ്ഷിയില്. പിന്നെ അപ്പൊ ഇതൊക്കെ അതിനകത്ത് ആ ഒരു ഭാഗത്ത് വരുന്നതാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് അബൻഡൻസ് എന്നൊക്കെ. അപ്പൊ സമൃദ്ധിയിലേക്കുള്ള 5 മാർഗങ്ങൾ, അതായത് സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള 5 കാര്യങ്ങൾ ഇവിടെ അത് നമ്മുടെ മനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും പക്ഷെ അധികം കാര്യമായ ചെലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് അബൻഡൻസ്, അതായത് സമൃദ്ധിയിലേക്കുള്ള ഒന്നാമത്തെ മാർഗം, ദൈവം നൽകുന്നത് യാതൊരു പക്ഷഭേദവും ഇല്ലാതെയാണ്. ഗോഡ് ഡസ് നോട്ട് ചൂസ് ടു ഡിസ്ക്രിമിനേറ്റ് വൈൽ ഗിവിങ്. കാരണം ദൈവത്തിന് ഒരിക്കലും ഒരു പക്ഷഭേദമില്ല. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാം ദൈവം തരുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്വീകരിക്കുന്നതിലാണ് വ്യത്യാസം. ദൈവം തരുന്നത് നമ്മൾ പലരും അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് നമ്മുടെ മാനസിക അവസ്ഥ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചില മെന്റൽ ബ്ലോക്കുകൾ, മനസ്സിന്റെ ചില ബ്ലോക്കുകൾ കൊണ്ട് ആ തരുന്നത് നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന് ഉദാഹരണം പറയുന്നത്, ഇപ്പൊ നമ്മള് കുറച്ച് പാത്രം, നല്ല മഴയുള്ള സമയത്ത് മുറ്റത്ത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കുറെ പാത്രങ്ങൾ, ഒരു 4-5 പാത്രം വെച്ചേക്കും. അതിൽ 4-5 പാത്രത്തിൽ 1-2 പാത്രം നമ്മൾ അടച്ചു വെച്ചേക്കും, മറ്റതെല്ലാം അടപ്പില്ലാതെ തുറന്നു വെച്ചേക്കും. അപ്പൊ ഒരു മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ആ മേശപ്പുറത്ത് കംപ്ലീറ്റ് ഓപ്പൺ എയറിൽ മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലത്താണ് വെക്കുന്നത്. അപ്പൊ ഈ പാത്രങ്ങളിൽ, ഈ തുറന്നു വച്ചിരിക്കുന്ന പാത്രങ്ങളിലകത്തെല്ലാം വെള്ളം ലെവൽ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ അടച്ചിരിക്കുന്ന പാത്രങ്ങളിലും അവിടെ വെള്ളം വീഴുന്നുണ്ട്. പക്ഷെ അവിടെ പാത്രത്തിനകത്ത് വെള്ളം വരുന്നില്ല. കാരണം അത് അടച്ചു വെച്ച് ആ വെള്ളത്തിനെ അവിടെ ബ്ലോക്ക് ചെയ്യാണ്. വെള്ളം അകത്തോട്ട് വരാതെ ആ പാത്രങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് വെള്ളം വരില്ല. അതുപോലെയാണ് നമ്മളൊക്കെ തുറന്ന പാത്രങ്ങളാകണം. പക്ഷെ നമ്മളെല്ലാം പലരും അടഞ്ഞ പാത്രങ്ങളാണെന്നാണ് ഫെങ്ഷി പറയുന്നത്. അതായത് നമുക്ക് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈശ്വര ആ ഒരു ഇതിൽ നിന്ന് കിട്ടേണ്ട പല കാര്യം, ഈശ്വരൻ നിന്നോ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സ്, പ്രാപഞ്ചിക ഊർജ്ജമുണ്ട്. പ്രാപഞ്ചിക ഊർജ്ജമൊക്കെ നമുക്ക് ധാരാളം, ലോകത്തുള്ള എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് കഴിഞ്ഞ് എത്രയോ കൂടുതൽ ഊർജം പ്രകൃതിയിലുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുണ്ട്. 1 സെക്കൻഡ്. രാജഗോപാൽ പറയും. ശരി, ഓക്കെ, ശരി, ഓക്കെ. അപ്പം നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെ നമ്മൾ അടഞ്ഞ പാത്രങ്ങളായിരിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലായിടത്തും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് സ്വീകരിക്കാനുള്ള കഴിവുണ്ടാകുന്നില്ല. നമ്മുടെ മാനസികമായ അവസ്ഥ കൊണ്ട്, മെന്റൽ ബ്ലോക്കുകൾ കൊണ്ടൊക്കെ നമ്മൾ അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇത് പറഞ്ഞത്. അതാണ് ഈ ബ്ലോക്കുകൾ കാരണം. അതാണ് പിന്നെ അപ്പൊ അതുകൊണ്ട് നമ്മൾ തുറന്ന പാത്രങ്ങളായി മാറണം എന്നാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വായിച്ചാലും അറിയാം. സമൃദ്ധിയിലേക്കുള്ള ഒന്നാമത്തെ മാർഗം, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് അബൻഡൻസ്, ദൈവം നൽകുന്നത് യാതൊരു പക്ഷഭേദവും ഇല്ലാതെയാണ്. ഗോഡ് ഡസ് നോട്ട് ചൂസ് ടു ഡിസ്ക്രിമിനേറ്റ് വൈൽ ഗിവിങ്. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. ജീവിത വിജയത്തിനുള്ള എല്ലാ ലക്ഷ്യങ്ങളും ദൈവം എല്ലാവർക്കും നൽകുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് എടുക്കുക എന്നത് നമ്മെ ആശ്രയിച്ചിരിക്കുന്നു.
ഏതെങ്കിലും ജീവിത ലക്ഷ്യങ്ങളിൽ നമുക്ക് കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ജീവിത ലക്ഷ്യങ്ങളും ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിലും ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ നമുക്ക് തമ്മിൽ വ്യത്യാസം കാണുന്നതിനുള്ള പ്രധാന കാരണം ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് തടസ്സമായി നമ്മുടെ ചുറ്റിലും നമ്മുടെ മനസ്സിൽ നാം തന്നെ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. നാം കുട്ടികളായിരുന്നപ്പോഴും ചെറുപ്പമായിരുന്നപ്പോഴും എല്ലാം നിരവധി ആൾക്കാരുമായി ഇടപഴകിയിട്ടുണ്ട്. നമ്മുടെ അധ്യാപകർ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ തുടങ്ങി പലതരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തെയും മനസ്ഥിതിയെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ നമുക്ക് നല്ലത് വരുവാൻ ആഗ്രഹിച്ചവരാണ്. എന്നാൽ ഇവരെല്ലാം തന്നെ അവരവരുടെ വിശ്വാസങ്ങളും പരിതസ്ഥിതികൾക്കനുസരിച്ചുള്ള തെറ്റുകളും കുറവുകളും ഉള്ളവരാണ്. ഈ കുറവുകൾ അവർ മറ്റുള്ളവരിലേക്കും വ്യാപിപ്പിക്കുന്നു. ബോധപൂർവം അല്ലാതെ തന്നെ, വിത്തൗട്ട് അവയർനെസ്, ബോധപൂർവം അല്ലാതെ തന്നെ നമ്മുടെ അബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് ഈ കുറവുകളെ സ്വീകരിക്കുന്നു. ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും പലപ്പോഴായി നാം സ്വീകരിച്ചിട്ടുള്ള കുറവുകൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നമ്മുടെ ചിന്തയിലും വളർച്ചയിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ തടസ്സങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിഘാതമാകുന്നു. അത് നമ്മൾ പലതായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകിയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളാകാം, സുഹൃത്തുക്കളാകാം, നമ്മുടെ ഭാര്യയോ ഭർത്താവോ ആകാം. അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപെടുന്നുണ്ട്. ഇവരെല്ലാം നമുക്ക് നല്ലത് വരുവാൻ ഉദ്ദേശിച്ചാണെങ്കിൽ തന്നെയും അവരുടേതായ ജീവിതത്തിലുള്ള അവർക്കുണ്ടായിട്ടുള്ള ഏറ്റക്കുറച്ചിലൊക്കെ കൊണ്ട് അത് അവരിൽ നിന്നും വെളി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവരറിയാൻ ബോധപൂർവം അല്ലാതെ തന്നെ പല കുറവുകളും അവരിൽ നിന്ന് നമ്മളിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുന്ന കുറവുകൾ നമുക്ക് കിട്ടുന്നതിന് തടസ്സമായി വരും എന്നുള്ളതാണ് ഫെങ്ഷുയി പറഞ്ഞ ഒരു കാര്യം. അതാണ് ഫസ്റ്റ് സമൃദ്ധിയിലേക്കുള്ള ഒന്നാമത്തെ മാർഗം. സമൃദ്ധിയിലേക്കുള്ള രണ്ടാമത്തെ മാർഗം, സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് അബൻഡൻസ്, അതിർത്തികളില്ലാത്ത വ്യക്തിയായിരിക്കുകയും പ്രപഞ്ചത്തെ അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുക. ബി എ ലിമിറ്റ്ലെസ് പേഴ്സൺ ആൻഡ് അക്സെപ്റ്റ് ദ യൂണിവേഴ്സ് ആസ് ഇറ്റ് ഈസ്. പ്രപഞ്ചത്തിൽ പലതും കാണും. ഇപ്പം നമുക്ക് ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്ത ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവമുള്ളവര് നമ്മൾ പലരെയും ക്രിട്ടിസൈസ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ അത് മന്ത്രിമാരെ ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ ആയിരിക്കാം. പലരെയും നമ്മൾ കുറ്റപ്പെടുത്തും. അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്. പക്ഷെ അവരുടെ സ്വഭാവം കാണിക്കുന്നു. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ അവരെങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കുക. അപ്പോൾ അക്സെപ്റ്റ് ദ യൂണിവേഴ്സ് ആസ് ഇറ്റ് ഈസ്. പ്രപഞ്ചം എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കുക. പ്രപഞ്ചത്തിൽ നല്ലതുകൊണ്ട് മോശമുണ്ട്. അത് നല്ലത് മാത്രമായിട്ടോ അല്ലെങ്കിൽ മോശം മാത്രമായിട്ടോ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. അപ്പൊ ആ നല്ലതും മോശമായിട്ടുള്ളതും എല്ലാം നമ്മൾ ഒരുപോലെ സ്വീകരിച്ചേ ഉള്ളൂ. എന്നാലേ നമുക്ക് നമ്മുടെ മനസ്സിന് സുഖകരമായിട്ട് കഴിയാവുള്ളൂ. അതാണ് സമൃദ്ധിയിലേക്കുള്ള രണ്ടാമത്തെ മാർഗം. ലോകത്തുള്ളതിൽ ഏറ്റവും നല്ലതായിട്ടുള്ളതെല്ലാം തന്നെ കരസ്ഥമാക്കത്തക്കവണ്ണമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം അതെല്ലാം അർഹിക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഒരതിരുമില്ല. ഇത് സാധിക്കുകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അവരുടെ കുറവാണ്, അല്ലെങ്കിൽ അവരുടെ ലിമിറ്റേഷനാണ്, നമ്മുടേതല്ല. നമുക്ക് അതിർത്തികൾ കൽപ്പിച്ചാൽ അത് നമ്മുടെ കഴിവുകളെ ചുരുക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ദൈവീക ചൈതന്യത്തിന് അതിരുകളില്ല. നാം ഓരോരുത്തരും ദൈവീക ചൈതന്യമാണെന്ന സത്യം മനസ്സിലാക്കി അതിരുകളില്ലാത്ത വ്യക്തികളാകുക. നന്മയും തിന്മയും, ഗുണവും ദോഷവും, പുകഴ്ത്തലും അവഹേളനവും, ലാഭവും നഷ്ടവും എല്ലാം പ്രപഞ്ചശക്തിയുടെ ഭാഗങ്ങളാണ്. ദോഷകരമായിട്ടുള്ള അനുഭവങ്ങളെയും സമചിത്തതയോടുകൂടി സ്വീകരിച്ച് ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുക. ഞാനൊരു ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. 10 മണിയാവും തീരാൻ. അപ്പം ലാഭവും നഷ്ടവും എല്ലാം പ്രപഞ്ചശക്തിയുടെ ഭാഗങ്ങളാണ്. ദോഷകരമായിട്ടുള്ള അനുഭവങ്ങളെയും സമചിത്തതയോടുകൂടി സ്വീകരിച്ച് ആത്മവിശ്വാസത്തോട് മുന്നേറുക. അതാണ് സമൃദ്ധിയിലേക്കുള്ള രണ്ടാമത്തെ മാർഗം. ഇനി 5 മാർഗങ്ങളിൽ മൂന്നാമത്തെ മാർഗം, തേർഡ് പ്രിൻസിപ്പിൾ ഓഫ് അബൻഡൻസ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ കിട്ടുന്നതാണ്. വാട്ട് എവർ ബി യുവർ ഇന്റൻഷൻ യു വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷെ നമ്മുടെ ആ ഒരു സ്ട്രോങ് ഇന്റൻഷൻ ആയിരിക്കണം. നമ്മൾ എൻ്റെ ലക്ഷ്യം ഞാൻ കൈവരിക്കുന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കും. അതാണ്, നമുക്ക് ശക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങൾ പ്രസ്തുത ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കപ്പെടുകയും പ്രസ്തുത ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് പ്രപഞ്ചം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് ഒരു വീട് വയ്ക്കണമെന്ന് ശക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ ധനം എങ്ങനെയെങ്കിലും കണ്ടെത്തപ്പെടുന്നു. സ്വന്തമായ വീട്ടിൽ താമസിക്കണമെന്ന ശക്തമായ ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തി 10,000 രൂപ മാത്രമേ കൈവശമുള്ളെങ്കിൽ പോലും പുതിയ വീടിന് വേണ്ടി പ്രവർത്തിക്കുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആവശ്യമായ
സാമ്പത്തികത്തിനുള്ള ഉറവിടങ്ങൾ കണ്ടെത്തുകയും ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീട് സ്വന്തമാക്കുകയും ചെയ്യുന്നു. അതാണ് തേർഡ് പ്രിൻസിപ്പിൾ ഓഫ് അബൻഡൻസ്. പിന്നെ നാലാമത്തെ മാർഗം സമൃദ്ധിയിലേക്കുള്ള ഫോർത്ത് പ്രിൻസിപ്പിൾ ഓഫ് അബൻഡൻസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രതികൂല വാക്കുകളും അനുകൂല വാക്കുകളും 100 ഇരട്ടിയായി സാർ വീഡിയോ പോയല്ലോ. പോയോ? അത് കാണുന്നില്ല. പോയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പ്രതികൂല വാക്കുകളും അനുകൂല നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രതികൂല വാക്കുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, പരമാവധി പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുക. അപ്പൊ നെഗറ്റീവ് വാക്കുകളായാലും പോസിറ്റീവ് വാക്കുകളായാലും അത് 100 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകളായാലും പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളായാലും അത് 100 ഇരട്ടിയായിട്ട് വർദ്ധിച്ച് നമ്മളിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ, ഇപ്പൊ ആ ഒരു പോസിറ്റിവിറ്റിയോടുകൂടി ജീവിക്കുക, അത് നമുക്ക് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവും. അതാണ് മൂന്നാമത്തെ മാർഗം. നാലാമത്തെ സമൃദ്ധിയിലേക്കുള്ള നാലാമത്തെ മാർഗം ഫോർത്ത് പ്രിൻസിപ്പിൾ ഓഫ് അബൻഡൻസ്. പ്രതികൂല വാക്കുകളും അനുകൂല വാക്കുകളും 100 ഇരട്ടിയായി വർദ്ധിക്കുകയും നമ്മിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യുന്നു. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വേർഡ്സ് മൾട്ടിപ്ലൈ ആൻഡ് കം ബാക്ക് ടു us 100 times. അത് ഇപ്പൊ നമ്മൾ അതിനകത്ത് വേറെ കാര്യമുണ്ട്. നമ്മൾ പിന്നെ ഈ ആദ്യം അതായത് ദൈവിക പിന്നെ ഇത് നമ്മൾ പഠിച്ചപ്പോൾ പിന്നെ ഒരു പടം പോലെ നമ്മൾ വരച്ചിട്ട് ഏറ്റവും വലിയ 32 കോളങ്ങൾ നമുക്കുണ്ടാകുന്ന 9 ഇങ്ങനെ അത് പിന്നെ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ വന്ന് ഈ വാസ്തുപക്ഷനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു. അതിൽ ഏറ്റവും വെളിയിലത്തെ കോളം 32 കോളങ്ങളാണ്. ഈ 32 കോളങ്ങളെ പറ്റി വാസ്തുശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് അത് പിന്നെ അതായത് തഥാസ്തു ദേവതകൾ എന്നാണ്. ഈ 32 ദേവതകളെ തഥാസ്തു ദേവതകൾ എന്ന് പറയും. കാരണം നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, വിചാരിച്ചാലും മതി. നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാൽ തഥാസ്തു, അങ്ങനെ വരട്ടെ. ഇപ്പൊ ഞാൻ നമ്മുടെ ചിലപ്പോൾ മക്കളെയൊക്കെ ആരെങ്കിലുമൊക്കെ പഠിക്കുന്നില്ല, നിന്നെ കൊണ്ട് പഠിക്കാൻ കൊള്ളൂല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞെന്ന് വരും. നിന്നെ കൊണ്ട് പഠിക്കാൻ ഒരു ഒക്കില്ല, അപ്പുറത്തെ കുട്ടിയെ നോക്കുന്നത് പഠിക്കുന്നു, നിന്നെ കൊണ്ട് പഠിക്കാൻ കൊള്ളൂല്ല. അങ്ങനെ പഠിക്കാൻ കൊള്ളൂല്ല എന്നുള്ള വാക്ക് പറഞ്ഞാൽ ആ വാക്ക് 100 മടങ്ങായി തിരിച്ചു വരുന്നതാണ്. അപ്പം അല്പമെങ്കിലും പഠിക്കാൻ കൊള്ളുന്ന ആൾക്കും പഠിക്കാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ ആരെങ്കിലും പറ്റി പറയുകയാണെങ്കിൽ അല്പമെങ്കിലും സ്നേഹമുണ്ട് അതുകൂടി ഇല്ലാതാവും. എനിക്കൊട്ടും വയ്യ എന്നൊക്കെ, അല്ലെങ്കിൽ എനിക്ക് അസുഖമാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അസുഖം ഇപ്പോൾ ഉള്ള അസുഖം കൂടി ഇല്ലാതാവും, ഉള്ള അസുഖം കൂടി കൂടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതാണ് പ്രതികൂല വാക്കുകളും അനുകൂല വാക്കുകളും. നമ്മൾ ഏത് വാക്കുകൾ വെളിയിൽ വരണമെന്നില്ല, മനസ്സിൽ വിചാരിച്ചാലും മതി, അത് 100 ഇരട്ടിയായി വർദ്ധിച്ച് നമ്മളിലേക്ക് തന്നെ മടങ്ങി വരുന്നു. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വേർഡ്സ് മൾട്ടിപ്ലൈ ആൻഡ് കം ബാക്ക് ടു us 100 times. വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിന് 32 ദിശകളുണ്ട്. ഇതിൽ ഓരോ ദിശയും ഒരു ദേവന്റെയോ ദേവിയുടെയോ സ്വാധീന വലയത്തിലാണ്. നാം എന്തെങ്കിലും പറയുമ്പോൾ ഈ ദേവതകൾ തഥാസ്തു എന്ന് പറയുകയും അത് സംഭവിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ഊർജമുണ്ട്, എനർജിയുണ്ട്. ഞാൻ സാമ്പത്തികമായി നശിക്കുകയാണ്, ഐ ആം ബികമിങ് പുവർ. അതുപോലെ തന്നെ ആളുകൾ എന്നെ പറ്റിക്കുന്നു, പീപ്പിൾ ചീറ്റ് മീ. അതുപോലെ കുട്ടികൾ പഠിക്കുന്നില്ല, ചിൽഡ്രൻ ആർ നോട്ട് സ്റ്റഡിയിങ്. അതുപോലെ ആരും എന്നെ സ്നേഹിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല, നോ വൺ ലവ്സ് ഓർ കെയർസ് മീ. ഇങ്ങനെ നാം പറയുന്ന ഓരോ പ്രതികൂല വാക്കുകളും 100 ഇരട്ടിയായി വർദ്ധിക്കുകയും നമ്മിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കണമെങ്കിൽ പ്രതികൂല വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയും കൂടുതലായി അനുകൂല വാക്കുകൾ ഉപയോഗിക്കുകയും വേണം. അത് സിമ്പിളായ കാര്യമാണ്, പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ പ്രയാസമുള്ളതാണ്. പിന്നെ അവസാനത്തെയാണ് സമൃദ്ധിയിലേക്കുള്ള 5ാമത്തെ മാർഗം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ ഓഫ് അബൻഡൻസ്. അനാവശ്യ വസ്തുക്കൾ ഊർജത്തെ തടസ്സപ്പെടുത്തുന്നു. ക്ലട്ടർ ബ്ലോക്സ് എനർജി. ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയിലും ജപ്പാനിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള കൈസാൻ എന്ന തത്വസംഹിതയിലും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിഷയമാണ് അനാവശ്യ വസ്തുക്കളുടെ ആധിക്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ. നാം നമ്മുടെ വീട്ടിൽ പല ഭാഗങ്ങളിലായി വച്ചിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്നതുമായ അനേക വസ്തുക്കളിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തവയെല്ലാം അനാവശ്യ വസ്തുക്കളിൽ പെടുന്നു. നാം ഒരു പുതിയ ഷർട്ട് വാങ്ങിച്ച് കുറേ നാൾ ഉപയോഗിച്ച ശേഷം അലമാരിയിലോ പെട്ടിയിലോ ഉപയോഗിക്കാതെ വയ്ക്കാറുണ്ട്. അത് അനാവശ്യ വസ്തുവാണ്. ഉപയോഗിക്കാത്ത പുസ്തകങ്ങൾ വീട്ടിൽ വച്ചിരിക്കുന്നതും അനാവശ്യ വസ്തുവാണ്. പുസ്തകങ്ങൾ, തുണികൾ, ഉടഞ്ഞതോ കേടായതോ ആയ വാച്ചുകൾ, ക്ലോക്കുകൾ, ടൈം പീസുകൾ, പഴയ ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഇവയെല്ലാം അനാവശ്യ വസ്തുക്കളിൽ പെടുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ബോധപൂർവം അന്വേഷിച്ച് കണ്ടെത്തി വീട്ടിൽ നിന്ന് നീക്കം ചെയ്താൽ വീടിന് ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. അങ്ങനെ സമൃദ്ധിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്.
ഇതാണ് സമൃദ്ധിയിലേക്കുള്ള 5 മാർഗങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഡയറക്റ്റായിട്ട് നമ്മുടെ ഭാര്യവാസ്യാസ്ത്രത്തിലില്ല, പക്ഷേ ഫെങ്ഷുയിൽ ഇത് പറയുന്നുണ്ട്. ഫെങ്ഷുയിൽ ഇതിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിനി അടുത്തത് വാസ്തുദോഷ പരിഹാരങ്ങളിലേക്ക് കയറുകയാണ്. വാസ്തുദോഷം, അതായത് ഇതുവരെ നമ്മൾ വാസ്തുദോഷത്തെ പറ്റിയാണ്. പക്ഷെ വാസ്തുദോഷത്തെ പറ്റി മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പരിഹാരങ്ങളെ പറ്റി ഒരു 100% ഐഡിയ നമുക്കിപ്പോൾ ഇവിടെ കിട്ടില്ല. അത് കൂടുതലും നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഇത് കിട്ടുന്ന നമുക്ക് അഡ്വാൻസ്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഇവിടെ വേണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ അതിന് എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അല്ല അതിന് പിന്നെ നമുക്ക് ചെയ്യത്തക്കോണ്ടുള്ള ഐഡിയ നമുക്ക് കിട്ടുന്ന അഡ്വാൻസ് കോഴ്സ് കൂടെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് കൂടെ കഴിയുമ്പോഴാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഐഡിയ, ഒരു ജനറൽ ഐഡിയ കിട്ടാൻ നമുക്ക് ഈ ബേസിക്ക് തന്നെ സാധിക്കും. വാസ്തുദോഷ പരിഹാരങ്ങൾ 4 വിധത്തിലുള്ള പരിഹാരങ്ങൾ സാധാരണയായിട്ടുണ്ട്. ഒന്ന്, നിർമ്മിതിയിൽ കൂടി അല്ലെങ്കിൽ ബൈ കൺസ്ട്രക്ഷൻ. അതായത് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു പിന്നെ വീടിൻ്റെ ഒരു മൂലയില്ല, ആ മൂല മിസ്സിംഗ് കോർണർ അല്ലെങ്കിൽ എന്താ പിന്നെ അപൂർണമായ മൂല എന്ന് മലയാളത്തിൽ പറയും, മിസ്സിംഗ് കോർണർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ആ മൂല അങ്ങ് കെട്ടി പൂർണ്ണമാക്കുക നിർമ്മിതിയിൽ കൂടി, കൺസ്ട്രക്ഷനിൽ കൂടി. അതാണ് ഏറ്റവും നല്ലത്. 100% ദോഷം മാറി കിട്ടാൻ ഏറ്റവും നല്ലത് നിർമ്മിതിയിൽ കൂടി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എല്ലാം പ്രാക്ടിക്കലായിട്ട് എല്ലാ ദോഷങ്ങളും നിർമ്മിതിയിൽ കൂടി കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത വരും ചിലപ്പോൾ. അതുപോലെ തന്നെ ചിലത് എക്സ്പെൻസ് കൂടുതലായിരിക്കും, നിർമ്മിതിയിൽ കൂടി ചെയ്യാൻ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചിലത് നമുക്ക് നിർമ്മിതിയിൽ കൂടി അല്ലാതെയും കറക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പം ഏറ്റവും നല്ല ദോഷപരിഹാരം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷനിൽ കൂടി അല്ലെങ്കിൽ നിർമ്മിതിയിൽ കൂടിയുള്ള ദോഷപരിഹാരമാണ്. രണ്ടാമത്തെ ദോഷപരിഹാരം പിരമിഡുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിരമിഡുകൾ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ പിരമിഡുകൾ എങ്ങനെ ശരിക്ക് എനർജൈസ് ചെയ്തിട്ടുള്ള പിരമിഡ്, ശരിയായ വിധത്തിൽ, അതായത് പിന്നെ എനർജൈസ് ചെയ്തിട്ടുള്ള ഊർജ്ജവൽക്കരിച്ചിട്ടുള്ള പിരമിഡ് വേണം. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് ആ ആവശ്യത്തിന് വേണ്ടിയും ഏത് സ്ഥാനത്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്ഥാനത്തിനും അനുയോജ്യമായിട്ടുള്ള എനർജൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഊർജ്ജവൽക്കരിച്ചിട്ടുള്ള പിരമിഡുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ കറക്റ്റ് ചെയ്യാൻ. അത് വളരെ എഫക്റ്റീവാണ്. പക്ഷെ 100 പിരമിഡ് ഉപയോഗിച്ചിട്ടുള്ള പരിഹാരം 100% ഒരിക്കലും ഇല്ല. 100% കറക്ഷൻ പിരമിഡ് ഉപയോഗിച്ച് കിട്ടില്ല. 100% കറക്ഷൻ നിർമ്മിതിയിൽ കൂടി കിട്ടും. കൺസ്ട്രക്ഷനിൽ കൂടി നമ്മൾ ആ ഒരു ദോഷം പരിഹരിച്ചാൽ 100% ആ ദോഷം പരിഹരിക്കപ്പെടും. പക്ഷെ പിരമിഡുകൾ ഉപയോഗിച്ച ഒരു എനർജി വൈസിട്ടുള്ള പരിഹാരമാണ് ഈ പിരമിഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അത് പിരമിഡ് വാസ്തു എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്, അതിൽ തന്നെ പറയുന്നുണ്ട് പിരമിഡ് കറക്ഷൻ ഈസ് നോട്ട് 100%. 100% ദോഷങ്ങളും പരിഹരിക്കാൻ പിരമിഡ് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റില്ല. എന്നാൽ ഏതെങ്കിലും ദോഷത്തിലൊരു പിരമിഡ് ഉപയോഗിച്ച് വെച്ചാൽ നല്ല ശരിയായിട്ട് എനർജൈസ് ചെയ്തതും ശരിയായിട്ട് നല്ല മെറ്റീരിയൽ ആയിരിക്കണം, നല്ലപോലെ എനർജൈസ് ചെയ്തതായിരിക്കണം, ഇൻസ്റ്റലേഷൻ കറക്റ്റ് ആയിരിക്കണം, അതിന്റെ മെറ്റീരിയൽസ് നല്ലതായിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ചില എല്ലാ പരിഹാരങ്ങളും അല്ല, ചില പരിഹാരങ്ങൾക്ക് 90% അതിൽ കൂടുതൽ വരെ ആ ദോഷം പരിഹരിക്കാൻ പിരമിഡുകൾക്ക് സാധിക്കും. പക്ഷെ പലതും 50, 60, 70% ഒക്കെ പറ്റുള്ളൂ. എന്നാലും ചില ദോഷങ്ങൾക്ക് നല്ല പിരമിഡും നല്ലപോലെ ശരിയായ വിധത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അത് പിന്നെ സ്ഥാപിക്കുക, പിരമിഡ് സ്ഥാപനം കറക്റ്റായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ 90% വരെ അതായത് പിന്നെ ദോഷത്തെ പരിഹരിക്കുന്ന പിരമിഡുകളുണ്ട്. അതാണ് ഒന്നാമത് നിർമ്മിതിയിൽ കൂടി. പിരമിഡ് പിരമിഡ് എന്താ ഉദ്ദേശിക്കുന്നത്? പിരമിഡ് എന്ന് പറഞ്ഞാൽ പിരമിഡ് കേട്ടില്ലേ? ഇപ്പൊ പിരമിഡുകൾ നമ്മള് ഈജിപ്ഷ്യൻ പിരമിഡ് എന്നൊക്കെ കേട്ടില്ല, ഇങ്ങനെ മുകളിലോട്ട് കൂട്ടി വരും, ആ ഷേപ്പിലുള്ള. അതാണ് സാർ, അത് നമ്മൾ ഇതോട്ടെങ്ങനെ ബന്ധപ്പെടുന്നത്? അതിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഈ പിരമിഡുകൾ ശരിക്കും എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല പോസിറ്റീവ് എനർജി വരും. ഏതെങ്കിലും ഒരു വാസ്തുദോഷത്തിന്റെ നെഗറ്റീവ് എനർജിയെ ഈ പോസിറ്റീവ് എനർജി ഇല്ലാതാക്കും. നമുക്ക് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കണം. പിരമിഡ് ഉണ്ടാക്കണോ? അല്ല, പിരമിഡ് വാങ്ങിക്കാൻ കിട്ടും. അത് പക്ഷെ നമ്മൾ വാങ്ങിച്ച് എനർജൈസ് ചെയ്യണം. അതിലേക്ക് വരാം, നമ്മൾ ഈ കൂടുതലായിട്ട് വരും. പിരമിഡ് എനർജൈസേഷൻ പഠിപ്പിക്കുന്ന ക്ലാസ് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇതിന്റെ ഒരു ഹയർ ക്ലാസ്, നിങ്ങളുടെ ഇതിന്റെ ഒരു ഹയർ ക്ലാസ് ആയിട്ട് അത് വരും.
അത് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എവിടെ ഇപ്പൊ ആരാ സംസാരിക്കുന്നത്? ഹലോ, ജയപ്രകാശ്. ജയപ്രകാശ് എവിടെയാ? ജയപ്രകാശ്. വീട് എവിടെയാണ്? കൊട്ടാരക്കര. അപ്പം ഇത് പിന്നെ ഈ പിരമിഡ് എനർജൈസേഷൻ എന്ന് പറഞ്ഞ് ഒരു 1 day ക്ലാസ് രാവിലെ നിങ്ങളെ കൊണ്ട് തന്നെ പിരമിഡ് എനർജൈസ് ചെയ്യിക്കും. പിരമിഡ് ഓരോരുത്തർക്കും പിരമിഡ് തന്നിട്ട് ആ പിരമിഡ് എങ്ങനെയാണ് ഊർജ്ജവൽക്കരിക്കേണ്ടതെന്നുള്ളത് നിങ്ങളെ കൊണ്ട് തന്നെ പിരമിഡ് ഊർജ്ജവൽക്കരിപ്പിക്കുന്ന ഒരു 1 day രാവിലെ മുതൽ വൈകുന്നേരമുള്ള ഒരു ക്ലാസ് ഇവിടെ എടുക്കും. അപ്പൊ ആ ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചായിരിക്കും. സ്ഥലമൊക്കെ അറിയിക്കും. അപ്പൊ അത് നേരത്തെ അറിയിക്കും, ഒരു 1-2-3 ആഴ്ചക്ക് മുമ്പേ അത് അറിയിക്കും. അപ്പൊ അറിയിച്ച നിങ്ങൾക്ക് താല്പര്യം അറിയിപ്പിക്കണേ. അത് നിങ്ങളത് പിന്നെ നിങ്ങളുടെ ഡയറക്ടർ ലാലുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ലാൽ അതിന്റെ ഇതൊക്കെ അറിയിക്കും. അപ്പൊ അതിന്റെ ആ ഡേറ്റുകളും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ലാൽ അറിയിക്കും ആ സമയമാകുമ്പോൾ. താല്പര്യമുള്ളവർക്ക് അതിനകത്ത് പങ്കെടുക്കാം. അപ്പൊ പിരമിഡ് എനർജൈസ് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം എനർജൈസ് ചെയ്യാത്ത പിരമിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗുണം ശരിക്കും കിട്ടില്ല. ശരിക്കും എനർജൈസ് ചെയ്ത പിരമിഡ് തന്നെ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ പിരമിഡുകൾ ഉപയോഗിച്ച് ദോഷപരിഹാരം ചെയ്യാം. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തത് രത്നങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം. രത്നപരിഹാരം എന്ന് പറയും. പല വിധത്തിലുള്ള ഇതുണ്ട്. അതായത് ഇപ്പൊ ഈ പിരമിഡുകൾ ഉപയോഗിച്ചുള്ള ശരിക്കും നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രത്തില് ഈ പിരമിഡുകൾ ഉപയോഗിച്ചുള്ള പരിഹാരം ഇല്ല. ഭാരതീയ വാസ്തുശാസ്ത്രമുള്ള അല്ല ഇത്. ശരിക്കും അത് പറഞ്ഞാൽ അത് ജർമ്മൻ ടെക്നോളജി എന്ന് പറയാം. കാരണം ഈ പിരമിഡുകൾ ഉപയോഗിച്ച് വാസ്തുദോഷങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ജർമ്മൻകാരാണ്. അവര് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി, പിരമിഡുകൾ വെച്ചൊക്കെ പരീക്ഷണം നടത്തി പിരമിഡ് ഉപയോഗിച്ച് വീടുകളുടെ ഈ വാസ്തുദോഷങ്ങൾ മാറ്റാമെന്ന് ഉള്ള ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു എന്താ കൺസെപ്റ്റ് അത് ആദ്യം കൊണ്ടുവന്നത് ജർമ്മൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ജർമ്മൻ ടെക്നോളജി ആയിട്ടാണ് അറിയപ്പെടുന്നത് പിരമിഡ് കൊണ്ടുള്ള പരിഹാരം. പക്ഷേ രത്നപരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രമുള്ളതാണ്. അതിന് നമ്മളുടെ പൗരാണിക ഗ്രന്ഥങ്ങളായ മയമതം, മാനസാര തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ രത്നപരിഹാരത്തെ പറ്റി വളരെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മയമതത്തിൽ പറയുന്ന പരിഹാരത്തിന് കേതു രീതി എന്നും മാനസാരയിൽ പറയുന്നതിന് രാഹു രീതി എന്നും പറയും. ഇതെല്ലാം പഠിക്കണേ. അഡ്വാൻസ് കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കണേ. രാഹു രീതി എന്താണ്, കേതു രീതി എന്താണ്, ഇത് എങ്ങനെയാണ് ഈ പിരമിഡ് എനർജൈസ് ഈ പിന്നെ ഈ രത്നങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ഈ രാഹു രീതിയിലും കേതു രീതിയിലും എങ്ങനെയാണ് രത്നം ഉപയോഗിക്കേണ്ടത്, എവിടൊക്കെയാണ്, ഏതൊക്കെ രത്നമാണ്, എത്ര വേണം, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പഠിക്കണം. അതൊക്കെ ബേസിക് കോഴ്സില്ല, അഡ്വാൻസ് കോഴ്സിലും. അപ്പൊ അതാണ് രത്നപരിഹാരം. രത്നപരിഹാരം ഇന്ത്യൻ ടെക്നോളജിയാണ്. നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഒരു ഇതാണ് രത്നപരിഹാരം. പിന്നെ നാലാമത്തത് പോസിറ്റീവ് എനർജി ടൂൾസ് ഉപയോഗിച്ച്. അതായത് നമുക്കറിയാം, ഒരു വാസ്തുദോഷം ഉണ്ടാകുമ്പം അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാവും. നെഗറ്റീവ് എനർജിയെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പക്ഷെ എന്ത് നെഗറ്റീവ് എനർജിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പോസിറ്റീവ് എനർജി വേണം. ഏതെങ്കിലും ഒരു എല്ലാ നെഗറ്റീവ് എനർജിക്കും എല്ലാ പോസിറ്റീവ് എനർജിയും മാറില്ല. എന്ത് നെഗറ്റീവ് എനർജിയാണെന്ന് മനസ്സിലാക്കി അതിനെ ആ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ ഉള്ള ഒരു പോസിറ്റീവ് എനർജി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജിയുടെ എഫക്റ്റ് ഇല്ലാതാവുകയും അവിടുത്തെ ദോഷം പരിഹരിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ അവിടെ ദോഷമല്ല പരിഹരിക്കുന്നത്, ദോഷം കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ്. കാരണം പിരമിഡ് പരിഹാരം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഇപ്പൊ ഒരു മൂല ഇല്ലാത്ത വീടാണെങ്കിൽ മൂലയെ ഫിസിക്കലായിട്ട് നമ്മൾ കെട്ടുന്നില്ല. പക്ഷെ പിരമിഡ് വെച്ച് പരിഹരിക്കുമ്പം ആ മൂല ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് എനർജി നമ്മളെ അഫക്റ്റ് ചെയ്യാതിരിക്കും. നമുക്ക് ആ ദോഷത്തിന്റെ ഫലം നമുക്ക് അഫക്റ്റ്. ദോഷമുണ്ട്, ദോഷം എപ്പോഴും ഉണ്ട്. പക്ഷെ ആ ദോഷം കൊണ്ടുണ്ടാകുന്ന ദോഷഫലം ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാകാതിരിക്കും. അതാണ് ഈ രത്നപരിഹാരവും അങ്ങനെയുള്ളൂ. രത്നപരിഹാരമൊക്കെ ഒരുപാട് പിന്നെ വളരെ ഹൈ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്ന ഒരു പിന്നെ ഇതാണ് രത്നപരിഹാരം. അതും നമുക്ക് അഡ്വാൻസ് കോഴ്സിൽ പഠിക്കാനുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ പഠിക്കാനുണ്ട്. അത് രത്നപരിഹാരം. നാലാമത്താണ് അനുകൂല ഊർജ്ജ ഉപകരണങ്ങളെങ്കിൽ പോസിറ്റീവ് എനർജി ടൂൾസ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ. അതുപോലെ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജി കൊണ്ട് ഇല്ലാതാക്കുക. അപ്പം ഏത് നെഗറ്റീവ് എനർജിയാണെന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന പോസിറ്റീവ് എനർജി വേണം അവിടെ വയ്ക്കാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പോസിറ്റീവ് എനർജി കൊണ്ട് നെഗറ്റീവ് എനർജിയുടെ ആ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ പ്രതികൂല ഊർജത്തെ അത് ഇല്ലാതാക്കും. ഇത് നാലുമാണ് പ്രധാനപ്പെട്ട 4 മാർഗങ്ങൾ. വാസ്തുദോഷ പരിഹാരങ്ങളിൽ 4. ഈ 4 വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. കൺസ്ട്രക്ഷനിൽ കൂടിയും പിരമിഡ് ഉപയോഗിച്ചും രത്നങ്ങൾ ഉപയോഗിച്ചും അനുകൂല ഊർജ ഉപകരണങ്ങൾ ഉപയോഗിച്ചും. എഴുതി കാണുന്ന വിചാരിക്കുന്നു. അതിൽ എഴുതിയിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ, പുസ്തകത്തിലുണ്ട് സാറേ.
ആ പുസ്തകത്തിലൊക്കെ ഉണ്ട്. എന്നാലും ഇത് ചിലതൊക്കെ അതുപോലെ ഉണ്ടായില്ല എന്ന് വരും. ഇനി അടുത്ത് നമ്മൾ വിവിധ ദോഷപരിഹാരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് എർത്ത് ഫോഴ്സ് കറക്ഷൻ. അതായത് എർത്ത് ഫോഴ്സ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും വരുന്ന ഒരു പ്രത്യേക എനർജിയാണ്. ഇത് മിക്കവാറും 99% സ്ഥലങ്ങളിലും ഇത് പോസിറ്റീവാണ്. അപ്പോൾ അത് നമുക്ക് നല്ലതാണ്, പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഭൂമിയുടെ അടിയിൽ വരുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ പോസിറ്റീവ് എനർജിയെ ആ പോസിറ്റീവ് എനർജിയുടെ ശക്തിയെ കുറയ്ക്കുകയോ ചിലപ്പോൾ കംപ്ലീറ്റ് ഇല്ലാതാക്കി നെഗറ്റീവ് ആക്കുകയോ ചെയ്യും. എർത്ത് ഫോഴ്സിന്റെ ആ പോസിറ്റിവിറ്റി കംപ്ലീറ്റ് ഇല്ലാതായിട്ട് അവിടെ നെഗറ്റീവ് എനർജി തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ. അത് സാധാരണ അതിൻ്റെ എർത്ത് ഫോഴ്സിന്റെ നെഗറ്റീവ് ആവാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഭൂമിക്ക് അടിയിൽ കൂടി ശക്തമായിട്ടുള്ള വെള്ളം ഒഴുക്ക്. നമുക്കറിയാം കിണറ്റിലൊക്കെ വെള്ളം വരുന്ന ഭൂമിക്ക് അടിയിലുള്ള ഒഴുക്ക് കൊണ്ടാണ്. അങ്ങനെ ഭൂമിക്ക് അടിയിൽ കൂടി ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുകയാണ്, ആ വീട് വയ്ക്കുന്നതിൻ്റെ അടിയിലായിട്ട് ശക്തമായ വെള്ളമൊഴുക്കുണ്ടെങ്കിൽ അതിൽ നിന്നൊരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും. ആ നെഗറ്റീവ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു പ്രതികൂലമായിട്ടുള്ള ആ വൈബ്രേഷൻ അവിടെ വീട് വെച്ച് താമസിച്ചാൽ നമ്മളെ അഫക്റ്റ് ചെയ്യുകയും നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എർത്ത് ഫോഴ്സ് കറക്ഷൻ വേണ്ടതാണ്. എർത്ത് ഫോഴ്സ് കറക്ഷൻ ചെയ്തിട്ട് അവിടെ വീട് വെച്ച് താമസിക്കാവും. എർത്ത് ഫോഴ്സ് കറക്ഷൻ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിച്ച്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിലെ അഡ്വാൻസ് കോഴ്സ് നമുക്ക് പഠിക്കണം. ഇവിടെ നമുക്ക് ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിച്ച് എർത്ത് ഫോഴ്സ് കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നീട് വരുന്നത് നമുക്ക് GS റോഡ്, ജിയോപതിക് സ്ട്രെസ് റോഡ് എന്ന് പറയും, GS റോഡ്. ജിയോപതിക് സ്ട്രെസ് റോഡ് ഉപയോഗിച്ച് ആ ജിയോപതിക് സ്ട്രെസ് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ്. ഒരു ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജിക്കാണ് ജിയോപതിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജിയോപതിക് സ്ട്രെസ്സിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ചില റോഡുണ്ട്, ജിയോപതിക് സ്ട്രെസ് റോഡ് എന്ന് പറയും. അത് ഷോർട്ട് ഫോമിൽ GS റോഡ് എന്ന് പറയും. GS റോഡ് ജിയോപതിക് സ്ട്രെസ് റോഡ്. ഇതെങ്ങനെ അറിയാൻ പറ്റും നമുക്ക് ഏത് ഈ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന്? അത് പറയാം. രണ്ട് വിധത്തിൽ അത് കണ്ടുപിടിക്കാൻ നോക്കും. ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ട് സാധനം വരുന്നത് നമ്മൾ പെൻഡുലം ഡോസിങ്ങിൽ കൂടിയാണ്. പെൻഡുലം ഉപയോഗിക്കാൻ പഠിച്ചവർക്ക് പെൻഡുലം ഡോസിങ് പഠിച്ചു കഴിഞ്ഞാൽ ആ പെൻഡുലം ഉപയോഗിച്ചിട്ട് എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ ജിയോപതിക് സ്ട്രെസ് മോശമായിട്ടോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ. അതുപോലെ പെൻഡുലം മാത്രമല്ല, പിന്നെ ലെക്കർ ആന്റിന എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. ലെക്കർ, അതായത് ഒരു ജർമ്മൻ സാധനമാണ്, ജർമ്മൻ സാധനമാണ്. അത് കുറച്ച് വില കൂടുതലാണ്. പക്ഷെ അത് ഉപയോഗിച്ച് നമുക്ക് ഈ എർത്ത് ഫോഴ്സും ജിയോപതിക് സ്ട്രെസ്സും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു പ്രാക്ടീസ് വേണം. ഈവൻ പെൻഡുലം ഡൗസിങ്ങിനും നമുക്ക് എല്ലാവർക്കും പെൻഡുലം ഡൗസിങ് ശരിയാവണമെന്നില്ല. പെൻഡുലം ഡൗസിങ് നമുക്ക് വഴങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കുള്ള ഇപ്പോൾ എനർജി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ എത്ര പോസിറ്റീവ് ആണോ എത്ര നെഗറ്റീവ് ആണോ, ഇതൊക്കെ പെൻഡുലം ഡൗസിങ്ങിൽ കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ പെൻഡുലം ഡൗസിങ്ങിൽ കൂടി എർത്ത് ഫോഴ്സ്, ജിയോപതിക് സ്ട്രെസ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അല്ലെങ്കിൽ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലെക്കർ ആന്റിന, LECHER ലെക്കർ ANTENN ആന്റിന, അത് ഒരു ഉള്ളതാണ്. അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. നല്ല സാധനമാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. അത് ഉപയോഗിച്ച് രണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ച് രണ്ട് സൈഡിലേക്ക് രണ്ട് ചെറുപോലുള്ള സാധനമുണ്ട്, അവിടെ ഇങ്ങനെ പിടിച്ചിട്ടാണ് അതിങ്ങനെ കൊണ്ട് നടക്കും. അതുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ആ എനർജിയെ മെഷർ ചെയ്യാൻ, ഏത് തരത്തിലുള്ള എനർജിയെ മെഷർ ചെയ്യണോ അതനുസരിച്ച് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ എനർജിയെ മെഷർ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള കറക്ഷൻസ് ചെയ്യാൻ പറ്റും. ആ മോശമായിട്ടുള്ള വന്നാൽ അതിനുള്ള കറക്ഷൻ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡും ജിയോപതിക് സ്ട്രെസ് റോഡും ഒക്കെ അതിനുള്ളത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ഇങ്ങനെയുള്ള ഇതുണ്ടെന്ന്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നെ അഡ്വാൻസ് കോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് വരുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് ആദ്യത്തെയാണ് എർത്ത് ഫോഴ്സ് കറക്ഷൻ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ജിയോപതിക് സ്ട്രെസ് റോഡും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇത് എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡ്. എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡ് 10 പിരമിഡ് ഉപയോഗിച്ചിട്ടാണ് കറക്റ്റ് ചെയ്യുന്നത്. അതിന് ഒന്നുകൂടെ പറയാം വേറെ ഇതിനെപ്പറ്റി. അതായത് ജിയോപതിക് സ്ട്രെസ് റോഡ് വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ നെഗറ്റീവ് എനർജി വരുന്ന സ്ഥലം എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയണം. അത് നമുക്ക് ഈ ലെക്കർ ആന്റിനയൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾ വേണം. ലെക്കർ ആന്റിന ഉപയോഗിക്കുന്നതിൽ എക്സ്പെർട്ടൈസ് ഉള്ള അല്ലെങ്കിൽ വിദഗ്ധനായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ഒരാൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കതിന് വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് എക്സാക്റ്റ് ആയിട്ട് എവിടെ നിന്നാണ് നെഗറ്റീവ് എനർജി വരുന്നതെന്ന് പറഞ്ഞാൽ
അവിടെ നമുക്ക് GS റോഡ് അല്ലെങ്കിൽ ജിയോപതിക് സ്ട്രെസ് റോഡ് അവിടെ സ്ഥാപിച്ചിട്ട് ആ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ പറ്റും. അല്ലെങ്കിൽ വരുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാക്കില്ല, ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് വരില്ല. നമുക്ക് എവിടെയാണോ വരുന്നത് അവിടോട്ട് വരാതെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എർത്ത് ഫോഴ്സ് കറക്ഷൻ ആണ് ഒരു ഏരിയ, ഒരു വാസ്തുമണ്ഡലം. ആ വാസ്തുമണ്ഡലത്തിൽ പല സ്ഥലത്തായിട്ട് 10 പിരമിഡുകൾ വയ്ക്കും. എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡിന്റെ ഒരു സ്ഥലത്തിന് 10 എണ്ണമാണ്. ഈ 10 പിരമിഡുകൾ അത് എങ്ങനെ വേണം, എത്ര ആഴത്തിൽ വെക്കണം, അതിനൊക്കെ പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് നമ്മൾ ആ പിരമിഡുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ അല്ലെങ്കിൽ പിരമിഡുകൾ സ്ഥാപിച്ചാൽ ആ പിരമിഡുകളുടെ ടോട്ടലായിട്ട് എനർജി ഫീൽഡ് ഉണ്ടാവുകയും ആ എനർജി ഫീൽഡ് താഴെ നിന്ന് വരുന്ന ആ നെഗറ്റീവ് എനർജിയെ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുകളിലോട്ട് കടത്തി വിടാതിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഈ 2 മെത്തേഡ്, എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡ് ഉപയോഗിച്ചും ജിയോപതിക് സ്ട്രെസ് റോഡ് ഉപയോഗിച്ചും ഈ എർത്ത് ഫോഴ്സ് കൊണ്ടുള്ള ദോഷത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അത് ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായാൽ മതി. കൂടുതൽ താല്പര്യമുള്ള നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് അല്ലെങ്കിൽ അഡ്വാൻസ് കോഴ്സിൽ അത് പഠിക്കാൻ പറ്റും. രണ്ടാമത്തത് ദിശാദോഷം. അത് നമുക്കെല്ലാം അറിയാം. വീട് കറക്റ്റ് ദിശയിലോട്ടാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ, അത് കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ എങ്ങോട്ടോ ആയിക്കോട്ടെ, കറക്റ്റ് ദിശയിലാണെങ്കിൽ ദിശാദോഷം ഇല്ല. ഇപ്പോൾ ഒരു കറക്റ്റ് ഇപ്പൊ കിഴക്കുന്ന 1 ഡിഗ്രി ചരിഞ്ഞിരിക്കുകയാണ് വീട്, അപ്പോൾ ആ ദിശാദോഷത്തിന് 1 ഡിഗ്രി എന്ന് പറയും. ഡിഗ്രിയിലാണ് ദിശാദോഷം പറയുന്നത്. 1 ഡിഗ്രി ദിശാദോഷം 10 ഡിഗ്രി 15 ഡിഗ്രി 20, മാക്സിമം ദിശാദോഷം വരുന്നത് 45 ഡിഗ്രിയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് 45 ഡിഗ്രി ദിശാദോഷം 46 ആയി കഴിഞ്ഞാൽ മറ്റിടത്ത് നിന്ന് 44 ആവും. അത് ടോട്ടൽ 90 ആണല്ലോ. ഇപ്പൊ കിഴക്കും വടക്കുമായിട്ട് 90 ഡിഗ്രിയാണ്. അപ്പൊ ആ 90 ഡിഗ്രിയുടെ പകുതി 45ആണ്. അപ്പൊ ഒന്നിന് 45 കഴിഞ്ഞാൽ മറ്റേ സൈഡിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ദിശാദോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദിശാദോഷം ഞാൻ 45 ഡിഗ്രി കൂടി ഒരിക്കലും ദിശാദോഷം ഉണ്ടാവില്ല. ദിശാദോഷം ഏറ്റവും നല്ല ദിശാദോഷം ഇല്ലാത്തതാണ്. ദിശാദോഷം ഇല്ലാതെ കറക്റ്റ് ദിശയിലേക്ക് ഫേസ് ചെയ്യുന്ന വീടുകൾ, അത് ഏത് ദിശയിലോട്ടായിക്കോട്ടെ, കിഴക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ്, ഏത് ദിശയിലായാലും കറക്റ്റ് ദിശയിലേക്ക് ഫേസ് ചെയ്യുന്ന വീടുകൾ ഏറ്റവും നല്ലതാണ്. അങ്ങനെയുള്ള വീടുകൾക്ക് ദിശാദോഷം ഇല്ല. ഇനി ദിശാദോഷം ഇപ്പൊ ചെറിയ ചരിവുണ്ടെങ്കിൽ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി ഇതൊക്കെ ദിശാദോഷമാണ്. പക്ഷെ 11.5 ഡിഗ്രി വരെയുള്ള ദിശാദോഷം നിസ്സാര ദോഷമായിട്ടാണ് വെച്ചത്. അതിന് വലിയ എഫക്റ്റ് ഇല്ല. ദോഷം ഇല്ല എന്ന് തന്നെ നമുക്ക് കണക്കിലെടുക്കാം. ദോഷം ഇല്ല എന്ന് തന്നെ കൺസിഡർ ചെയ്യാം. 11.5 ദിശാദോഷം എല്ലാ ദോഷങ്ങളും 3 വിധത്തിലുണ്ട്. നിസ്സാര ദോഷം, സാമാന്യ ദോഷം, മഹാദോഷം. നിസ്സാര ദോഷം, സാമാന്യ ദോഷം, മഹാദോഷം, ഇങ്ങനെ 3 തരത്തിലുള്ള ദോഷങ്ങൾ. അതിൽ ദിശാദോഷം എന്ന് പറയുന്നത് 11.5 ഡിഗ്രി വരെയുള്ള നമുക്ക് കോമ്പസ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. വീടിന്റെ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നുള്ള ഒരു കോമ്പസ് വെച്ച് അവിടെ ഭിത്തിയോട് ചേർത്ത് കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആ കോമ്പസ് റീഡിങ്ങിൽ നമുക്കറിയാം ആ വീടിന് എത്ര ഡിഗ്രി ദിശാദോഷം ഉണ്ട്. 11.5 ഡിഗ്രി വരെയുള്ള ദിശാദോഷം നിസ്സാര ദോഷമാണ്. അത് നമുക്ക് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. 11.5 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സാമാന്യ ദോഷം എന്നുള്ളതിനകത്ത് വരും. 11.5 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെയുള്ളത് സാമാന്യ ദോഷമാണ്. 23 ഡിഗ്രി കഴിഞ്ഞാൽ മഹാദോഷമാണ്. മഹാദോഷമാകുമ്പോൾ അതിന്റെ ദോഷഫലം കൂടുതലായിരിക്കും. അപ്പൊ അത് ദിശാദോഷം അങ്ങനെ 3 വിധത്തിലുണ്ട്. നിസ്സാര ദോഷം, സാമാന്യ ദോഷം, മഹാദോഷം. 11.5 ഡിഗ്രി വരെയുള്ള, അതായത് കറക്റ്റ് ദിശയിൽ നിന്ന് 11.5 ഡിഗ്രി വരെയുള്ള ചരിവ് നിസ്സാര ദോഷമാണ്. ആ 11.5 മുതൽ 23 ഡിഗ്രി വരെയുള്ള ചരിവും സാമാന്യ ദോഷമാണ്. 23 കഴിഞ്ഞ് 26, 25, 30, 35, 40 അല്ലെങ്കിൽ 45 ഡിഗ്രി വരെയുള്ള ചരിവുകളെല്ലാം മഹാദോഷമാണ്. അങ്ങനെ ദിശാദോഷം. ദിശാദോഷത്തിന് 3 പരിഹാരങ്ങളുണ്ട്. 3 പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ദിക്കറക്ഷൻ പിരമിഡുകൾ. ദിശാദോഷ പരിഹാര പിരമിഡുകൾ എന്നാണ് സാധാരണ മലയാളത്തിൽ പറയുന്നത്. ദിശാദോഷ പരിഹാര പിരമിഡുകൾ, ഇംഗ്ലീഷിലാണ് ദിക്കറക്ഷൻ പിരമിഡുകൾ എന്ന് പറയും. അത് ദിശാദോഷത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് 9 പ്ലാനറ്റ് ഹാർമണൈസർ. അത് പിന്നെ അതിനെപ്പറ്റി കൂട്ടിയിട്ടായിട്ട് പറയാം. പിന്നെ മൂന്നാമതായിട്ട് രത്നസ്ഥാപനം. ഈ 3ഉം ദിശാദോഷത്തിനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള 3 പരിഹാരങ്ങളാണ്. അപ്പൊ ഇത് നമുക്ക് നിസ്സാര ദോഷമാണെങ്കിൽ, നിസ്സാര ദോഷം എന്ന് പറഞ്ഞാൽ 11.5 ഡിഗ്രി അതിൽ കുറവാണെങ്കിൽ, 11.5 ഡിഗ്രി വരെയുള്ള ചരിവ് നിസ്സാര ദോഷമാണ്. കറക്റ്റ് ദിശയിൽ നിന്നുള്ള ചരിവ് നിസ്സാര ദോഷമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പരിഹാരം ആവശ്യമില്ല. നിസ്സാര ദോഷമാണെങ്കിൽ നമ്മുടെ വീടിന് ചരിവില്ല, കറക്റ്റ് ദിശയിലേക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചരിവുണ്ട്, പക്ഷെ 11.5 ഡിഗ്രിയോ അതിൽ കുറവാണ് നമ്മുടെ വീടിന്റെ ചരിവെങ്കിൽ, ദിശയിൽ നിന്നുള്ള ചരിവെങ്കിൽ ഒരു പരിഹാരവും നമുക്ക് ആവശ്യമില്ല. 11.5 ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ദോഷത്തിലോട്ട് വരും. സാമാന്യ ദോഷമായാൽ ഈ 3 പരിഹാരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിരിക്കണം. ഈ ദിക്കറക്ഷൻ പിരമിഡ് സ്ഥാപിക്കുക, 9 പ്ലാനറ്റ് ഹാർമണൈസർ സ്ഥാപിക്കുക, രത്നസ്ഥാപനം ചെയ്യുക. ഈ 3 പരിഹാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം സാമാന്യ ദോഷമാണെങ്കിൽ. 23 ഡിഗ്രി കഴിഞ്ഞാൽ മഹാദോഷമാവും.
മഹാദോഷമാണെങ്കിൽ ഈ 3 പരിഹാരങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം ചെയ്തിരിക്കണം. മഹാദോഷത്തിന് ഈ 3 പരിഹാരങ്ങളിൽ 2 എണ്ണം ചെയ്തിരിക്കണം. അപ്പൊ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ദിക്കറക്ഷൻ പിരമിഡ് വെക്കാം. ദിക്കറക്ഷൻ പിരമിഡ് ആണെങ്കിൽ 5 പിരമിഡുകളാണ് ദിക്കറക്ഷൻ പിരമിഡുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 5 പിരമിഡുകളിൽ 4 പിരമിഡുകൾ വീടിന്റെ വെളിയിലാണ്. വീടിന് 4 മൂലയ്ക്കും കിഴക്ക് തെക്ക് വടക്ക് അങ്ങനെ 4 മൂലകളിലും വീടിന് വെളിയിലായിട്ട് മണ്ണിൽ കുഴിയെടുത്ത് അതിനകത്താണ് സ്ഥാപിക്കാൻ. പിരമിഡ് സ്ഥാപിക്കേണ്ട ഇതൊക്കെ അഡ്വാൻസ് കോഴ്സ് അല്ലെങ്കിൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ പഠിക്കാറുണ്ട്. എങ്ങനെയാണ് പിരമിഡ് സ്ഥാപിക്കാൻ, കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് വേറെ എന്തൊക്കെ ഫില്ല് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. ദിക്കറക്ഷൻ പിരമിഡുകളാണ് എങ്കിൽ നമുക്ക് പിന്നെ 5 പിരമിഡുകളാണ്. 4 പിരമിഡുകൾ 4 വശത്തും വെളിയിലും, ഒരു പിരമിഡ് വീടിന്റെ മധ്യത്തിലായിരിക്കും. അപ്പോൾ മധ്യത്തിൽ നമ്മൾ വീട് ഇപ്പൊ നിലവിലുള്ള വീടാണെങ്കിൽ അവിടെ ടൈലൊക്കെ പൊട്ടിച്ച് അതിൻ്റെ അടിയിലുള്ള കോൺക്രീറ്റ് ഒക്കെ പൊട്ടിച്ചൊരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് കുഴിക്കകത്ത് താഴ്ത്തി ഒരു കുഴിയൊക്കെ എടുത്തിട്ട് അവിടെ വേണം സ്ഥാപിക്കുക. എന്നിട്ട് പിന്നെ കുഴി നികത്തി വീണ്ടും ടൈൽസൊക്കെ ഇടാം. പക്ഷെ അത് പിന്നെ വീടിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു കുഴിയൊക്കെ എടുത്തിട്ട് സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുഴി കൂടാം. അപ്പൊ അത് ദിക്കറക്ഷൻ പിരമിഡാണ്. അങ്ങനെ 5 പിരമിഡുകൾ സ്ഥാപിക്കുന്നതാണ് ദിക്കറക്ഷൻ പിരമിഡുകൾ. ഈ ദിക്കറക്ഷൻ പിരമിഡുകൾക്ക് ഇപ്പൊ ദിശാദോഷം ഇല്ലാത്ത ഒരു വീട്ടില് നമ്മൾ ദിക്കറക്ഷൻ പിരമിഡ് സ്ഥാപിച്ചുകൊണ്ടിരിക്കട്ടെ, അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. കാരണം ദിക്കറക്ഷൻ പിരമിഡുകൾക്ക് ദിശാദോഷത്തിനെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ടെന്നല്ലാതെ മറ്റൊരു പ്രയോജനവും ദിക്കറക്ഷൻ പിരമിഡ് കൊണ്ടില്ല. അപ്പൊ ദിശാദോഷം ഇല്ലാത്ത വീടുകളിൽ ദിക്കറക്ഷൻ പിരമിഡുകൾ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പിന്നെ കുറെ രൂപ ചെലവാക്കാം. ഈ പിരമിഡുകൾക്കുള്ള കുറെ രൂപ ചെലവാക്കാം എന്നല്ലാതെ യാതൊരു ഗുണവും അതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പൊ ദിക്കറക്ഷൻ പിരമിഡുകൾക്ക് ഒരേ ഒരു പ്രയോജനമുള്ളൂ, ദിശാദോഷം ഉണ്ടെങ്കിൽ അതിന്റെ ശക്തിയെ കുറയ്ക്കുക. ഇനി 9 പ്ലാനറ്റ് ഹാർമണൈസർ. ഈ 9 പ്ലാനറ്റ് ഹാർമണൈസർ പേര് കേട്ടാൽ തന്നെ അറിയാം, നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 9 പ്ലാനറ്റ് നവഗ്രഹങ്ങൾ. അപ്പൊ നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. പക്ഷെ നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഈ സാധനം അമേരിക്കയില് വാസ്തു ക്രിയേഷൻസ് US എന്ന് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നതാണ്. അമേരിക്കയിലുള്ള വാസ്തു ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വാസ്തുദോഷ പരിഹാരങ്ങൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വെച്ചാൽ ആരും സംശയമില്ല, ഈ വാസ്തു ക്രിയേഷൻസ് ആണ്. ലോകത്ത് എല്ലായിടത്തും അവർക്ക് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പൊ അവര് പിന്നെ ധാരാളം കോടിക്കണക്കിന് രൂപയുടെ വാസ്തുദോഷ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വാസ്തു ക്രിയേഷൻസ് അമേരിക്കയിലുള്ള. പക്ഷെ അതിന്റെ ഹെഡ് പിന്നെ ഓണറൊക്കെ അമേരിക്കക്കാരാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നവരിൽ ഒരുപാട് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. അവിടെ ക്ലാസ്സുകളുണ്ട്, വാസ്തുവിന്റെ പല ലെവലിലുള്ള ക്ലാസ്സുകൾ അവിടെ എടുക്കുന്നുണ്ട്. ഈ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത് ഇന്ത്യക്കാരുണ്ട്, പക്ഷെ അമേരിക്കക്കാരാണത് നടത്തുന്നത്. അപ്പൊ അവരുടെ ഈ വാസ്തു ക്രിയേഷൻസ് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള വാസ്തു ക്രിയേഷൻസ് എന്നുള്ള സ്ഥാപനത്തിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. വാസ്തുദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് ഉൽപ്പന്നങ്ങൾ പ്രോഡക്റ്റുകൾ അവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമാണ് 9 പ്ലാനറ്റ് ഹാർമണൈസർ. ഈ 9 പ്ലാനറ്റ് ഹാർമണൈസർ നമുക്ക് അമേരിക്കയിൽ അല്ലാതെ അല്ലാതെ വേറെ ഒരിടത്തും കിട്ടില്ല. ഇന്ത്യയിലെങ്ങും ഇത് അവൈലബിൾ. ഇന്ത്യ എന്നല്ല, അമേരിക്കയിൽ അവരുടെ ആ ഒരു സ്ഥലത്തു നിന്നല്ലാതെ അവരുടെ കമ്പനിയിൽ നിന്നല്ലാതെ ലോകത്ത് മറ്റൊരിടത്തുനിന്നും ഈ സാധനം വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ ഒന്നുകിൽ അവർക്ക് നമ്മൾ അവരെ അയച്ചു തരും, അതിന്റെ ഷിപ്പിംഗ് ചാർജും പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഉള്ള ടാക്സ് കൊടുക്കണം, ടാക്സ് അതെല്ലാം കൂടെ അത്ര എമൗണ്ട് ആകുമ്പോൾ അവർ വേണമെങ്കിൽ അയച്ചു തരും, പാഴ്സലായിട്ട് അയച്ചു തരും. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് അവരുടെ കൈ കൊണ്ടുവരാം. അങ്ങനെ അവരെ കൈ കൊണ്ടുവന്നാലും ഒഫീഷ്യലായിട്ട് രഹസ്യമായിട്ടൊക്കെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ കൊണ്ടുവരായിരിക്കും. അല്ല ഒഫീഷ്യലായിട്ടാണെങ്കിൽ ഇവിടെ ഡിക്ലെയർ ചെയ്യണം ഈ സാധനം ഇങ്ങനെ കൊണ്ടുവരുന്നുള്ള ഡിക്ലെയർ ചെയ്തിട്ട് അപ്പൊ അതിന് ഡ്യൂട്ടി അടിച്ച് ആ ഡ്യൂട്ടി നമ്മൾ കൊടുക്കണം, ഡ്യൂട്ടി അടച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ 9 പ്ലാനറ്റ് ഹാർമണൈസർ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അത് ഈ 9 ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇതിനുള്ള 2 പിന്നെ ഒരു ദോഷം, അതായത് ദോഷം എന്ന് പറയാൻ ഒക്കില്ല, പ്രായോഗികമായിട്ടുള്ള 2 പ്രയാസങ്ങളുണ്ട് ഈ 9 പ്ലാനറ്റ് ഹാർമണൈസർ. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഇത് അമേരിക്കയിൽ നിന്ന് കിട്ടുള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും ലഭിക്കില്ല. അമേരിക്കയിൽ നിന്ന് കൊണ്ടുപോകണം. ഇവിടെ എൻ്റെ ഒരു നമുക്ക് പരിചയമുള്ള വീട്ടിലിവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഇത് വെച്ചിട്ട് ഞാൻ കുറെ വീടുകൾ ഈ 9 പ്ലാനറ്റ് ഹാർമണൈസർ വെച്ചിട്ടുണ്ട്. അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ വേറെ ബന്ധുക്കളൊക്കെ അമേരിക്ക അവർ കൈ കൊണ്ടുവന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഒന്നുകിൽ ഏറ്റവും നല്ല മധ്യം, അതായത് ബ്രഹ്മസ്ഥാനം, വീടിന്റെ മധ്യഭാഗത്ത് വരുന്ന ഏതെങ്കിലും ഒരിടത്ത് ഒരു ഷെൽഫോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അത് നമ്മുടെ നിൽക്കുന്ന ആളുടെ കണ്ണിന്റെ ലെവലിൽ വെക്കണം.
അവിടെ നിൽക്കുന്ന ഒരാളുടെ ഐ ലെവൽ ഒരു സ്റ്റാൻഡ് വെച്ച് ആ സ്റ്റാൻഡിൽ വെറുതെ ഓപ്പൺ ആയിട്ട് അത് വെറുതെ എടുത്ത് അവിടെ വെച്ചാൽ മതി. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വെക്കുന്ന സമയം അത് എഫക്റ്റീവ് ആവും. അപ്പം ഒരു പ്ലാസ്റ്റിക് എന്താ വെച്ചാൽ ഒരു കവറൊക്കെ ഉണ്ട്, ആ കവറെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ വയ്ക്കുമ്പോഴേ അത് കവർ മാറ്റാവും. മാറ്റി കഴിഞ്ഞാൽ അതെടുത്ത് അവിടെ വയ്ക്കുക. അപ്പോൾ ആ സമയം പോലെ അത് എഫക്റ്റീവ് ആകും. അപ്പോൾ അതിന് രണ്ട് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്ന് അത് കിട്ടുള്ളൂ. രണ്ടാമത് വേറൊന്നും കൂടെ ഉണ്ട്. ഈ 9 പ്ലാനറ്റ് ഹാർമണൈസർ നമ്മളെ അവരത് പ്രത്യേകം ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, ഇത് സ്ഥാപിക്കുന്നത് ഒരു ഞായറാഴ്ച വേണം. നമുക്കറിയാം ഞായർ സൂര്യൻ്റെതാണ്, സൂര്യനാണ് ഈ നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള. അപ്പോൾ ആ സൂര്യന്റെ ദിനമായ ഞായറാഴ്ച വേണം ഇത് സ്ഥാപിക്കാൻ. ഇത് സ്ഥാപിക്കുന്ന ദിവസം അവര് ഈ 9 ഗ്രഹങ്ങളുടെയും മന്ത്രങ്ങൾ ഈ അയച്ചുതരും. ഈ സാധനം അയച്ചുതരുന്നതിന്റെ കൂടെ 9 മന്ത്രങ്ങളൂടെ അയച്ചുതരും. അത് സംസ്കൃതത്തിലുള്ള മന്ത്രങ്ങളാണ്, പക്ഷെ അവിടുന്ന് അവരയച്ചുതരുന്നതാണ്. അപ്പൊ അത് നമ്മൾ ഞായറാഴ്ച ഇത് സ്ഥാപിക്കുന്ന ദിവസം 108 പ്രാവശ്യം സൂര്യന്റെ മന്ത്രം ജപിക്കണം. അടുത്ത ദിവസം മൺഡേ, ഈ ഞായറാഴ്ച സ്ഥാപിച്ചു കഴിഞ്ഞാൽ അടുത്ത മൺഡേ ആണ്, അത് ചന്ദ്രന്റെയാണ് മൺഡേ. അപ്പൊ ചന്ദ്രന്റെ ഈ മന്ത്രങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ചന്ദ്രന്റെ മന്ത്രം 108 പ്രാവശ്യം തിങ്കളാഴ്ച ജപിക്കണം. കുജന്റെ മന്ത്രം ചൊവ്വാഴ്ച, ബുധന്റെ മന്ത്രം ബുധനാഴ്ച, ഗുരുവിന്റെ മന്ത്രം വ്യാഴാഴ്ച, ശുക്രന്റെ മന്ത്രം വെള്ളിയാഴ്ച, ശനിയുടെ മന്ത്രം ശനിയാഴ്ച. ശനിയാഴ്ച 3 മന്ത്രങ്ങളുണ്ട്. ശനിയുടെയും അത് കൂടാതെ രാഹു കേതു, ഇത് 3ഉം ശനിയാഴ്ച ജപിക്കണം. വീണ്ടും ഞായറാഴ്ച സൂര്യന്റെ. ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് അവർ പറയുന്നത്. എല്ലാ ദിവസവും ഇത് ജപിക്കണം, 108 പ്രാവശ്യം ഇത് ജപിക്കണം. ഇത് വലിയ മന്ത്രമൊന്നുമില്ല, ചെറിയ മന്ത്രമാണ്. 108 പ്രാവശ്യം ഇത് ജപിക്കണം. ഒരു 5 മിനിറ്റേ എടുക്കുള്ളൂ മാക്സിമം. അപ്പൊ അങ്ങനെ ഈ മന്ത്രങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ജപിച്ചുകൊണ്ടിരിക്കണം. അത് പ്രത്യേകം പറയുന്നുണ്ട്, തുടർച്ചയായിട്ട് കുറെ നാള് ഈ മന്ത്രങ്ങൾ ജപിക്കാതിരുന്നാൽ ഇതിന്റെ ശക്തി ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് അതാണ് രണ്ടാമത്. കാരണം ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ചിലപ്പോൾ ജപിക്കുക, പക്ഷെ നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ജപിക്കുന്നു. അപ്പൊ ഇത് എന്ന് ജപിക്കാതാകുന്നു അന്ന് പോലെ ഇതിന്റെ ആ മന്ത്രങ്ങൾ ജപിക്കാതായി കഴിഞ്ഞാൽ ഇതിന്റെ ശക്തി കുറഞ്ഞ് കുറെ നാൾ മന്ത്രം ജപിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ശക്തി ഇല്ലാതാവും എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഈ മന്ത്രം ജപിക്കുക എന്നുള്ള ഒരു കാര്യവും ഇത് അമേരിക്കയിലെ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം, ഇത് രണ്ടുമാണ് ഇത് സ്ഥാപിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മൾ ഉള്ള ഒരു നെഗറ്റീവായിട്ടുള്ള 2 കാര്യങ്ങൾ. പക്ഷേ ഇത് വളരെ എളുപ്പമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ആ ഡിക്കറക്ഷനിലൂടെ ഞാൻ പറഞ്ഞു, ടൈൽസും കോൺക്രീറ്റും എല്ലാം കുഴിയൊക്കെ വലിയൊരു കുഴി വീടിന്റെ മധ്യത്തിൽ എടുക്കണം. അപ്പൊ അതൊക്കെ കുറച്ച് അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടെ പുതിയ വീടൊക്കെ ആണെങ്കിൽ പുതിയ വീടിന്റെ മധ്യത്തിൽ ഒരു വലിയ കുഴിയൊക്കെ കുഴിക്കുമ്പോഴത്തേക്ക് ആ മണ്ണ് കുഴിച്ച അടിയിലാണ് 2.5 അടി താഴ്ചയിലൊക്കെ വേണം ഇത് വെക്കാം, ഈ പിരമിഡ് വെക്കാം. അപ്പൊ അത് പിന്നെ അങ്ങനെയുള്ള ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ദിക്കറക്ഷൻ പിരമിഡ് ഉണ്ട്. പക്ഷേ 9 പ്ലാനറ്റ് ഹൗസ് അതൊന്നുമില്ല, സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് കിട്ടുന്നതിനുള്ള പ്രയാസം അമേരിക്കയിൽ നിന്ന് കിട്ടുള്ളൂ. പിന്നെ ഈ മന്ത്രം ദിവസം ജപിക്കണം എന്നുള്ളതും അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞുകൂടെ അതിന്റെ ഒരു പ്രായോഗികമായിട്ടുള്ള പ്രയാസമാണ്. പിന്നെ 3ാമത്തെ രത്നസ്ഥാപനം, അത് നമ്മുടെ ഇന്ത്യൻ ഇതനുസരിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മയമതം, അതുപോലെ മാനസാര, നോക്കട്ടെ, രാഹു രീതി എന്ന് പറയുന്നത് പിന്നെ മാനസാരയിലുള്ളതാണ്. അതുപോലെ കേതു രീതിയുണ്ട്, അത് മയമതത്തിലാണ്. ഇവരെല്ലാം കേട്ടുകയാണ്. വളരെ പ്രാചീന ഗ്രന്ഥങ്ങൾ, വാസ്തുശാസ്ത്രപരമായിട്ടുള്ള പ്രാചീന ഗ്രന്ഥങ്ങളാണ് മാനസാരയും മയമതവും. അപ്പൊ ഈ മാനസാരയിലും ഈ മയമതത്തിലും രത്നസ്ഥാപനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടിലും പറഞ്ഞിരിക്കുന്ന രത്നസ്ഥാപന രീതി വ്യത്യാസമുണ്ട്. അപ്പൊ അതിൽ മാനസാരയിൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന രത്നസ്ഥാപന രീതിക്ക് രാഹു രീതി എന്ന് പറയും. മയമതത്തിൽ പറയുന്ന രത്നസ്ഥാപന രീതിക്ക് കേതു രീതി എന്ന് പറയും. അപ്പൊ ഇതൊക്കെ എന്തുവാണ് രാഹു രീതി, എന്തുവാണ് കേതു രീതി എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അഡ്വാൻസ് കോഴ്സിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കണം. പക്ഷെ അതിപ്പം ഇത്ര അറിഞ്ഞതായി. രത്നസ്ഥാപനം 2 രീതിയിലുണ്ട്, രാഹു രീതി, കേതു രീതി. ഇതിൽ പൊതുവെ രാഹു രീതിയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അറിയപ്പെടുന്നത്. ഈ മാനസാര ഗ്രന്ഥത്തിലുള്ള രാഹു രീതി കുറെ കൂടെ ബെറ്റർ ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. കാരണം അതിന് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് പറയുന്നു. മിക്കവാറും ഞാനൊക്കെ ഒരുപാട് രത്നസ്ഥാപനം ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്ത കൂടുതൽ മിക്കവാറും എല്ലാം രാഹു രീതിയാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യാം. രാഹു രീതിയും കേതു രീതിയും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസ് ആണ്, ചിലവ് കൂടും. അപ്പൊ ഈ ദിശാദോഷം കറക്റ്റ് ചെയ്യാനുള്ള 3 കറക്ഷൻസ് ആണിത്. ദിക്കറക്ഷൻ പിരമിഡ് സ്ഥാപിക്കുക, 9 പ്ലാനറ്റ് ഹാർമണൈസർ സ്ഥാപിക്കുക, രത്നസ്ഥാപനം ചെയ്യുക. ഇതിൽ പിന്നെ ഈ രത്നസ്ഥാപനം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ പിന്നെ ദിശാദോഷത്തെ പരിഹരിക്കുന്നു എന്നുള്ളത് കൂടാതെ മറ്റൊരുപാട് ഗുണങ്ങൾ ഈ രത്നസ്ഥാപനങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ രത്നസ്ഥാപനം ചെയ്യുമ്പം വടക്ക് വശത്ത്, ആ വീടിന്റെ വടക്ക് വശത്ത് 100 പേളാണ് വെക്കുന്നത്. പേൾ 100 എണ്ണം വെക്കും. ആ 100 പേൾ, കാരണം അത് വടക്ക് വശം എന്ന് പറയുമ്പോൾ 2 വിധത്തിലെടുക്കാം. ഒന്ന്
വാസ്തുശാസ്ത്ര പ്രകാരം വടക്കെന്ന് പറഞ്ഞാൽ കുബേരന്റെ സ്ഥലമാണ്. അഷ്ടദിക്പാലകരിൽ കുബേരന്റെ സ്ഥലമാണ് വടക്ക്. അപ്പൊ കുബേരന്റെ സ്ഥലമായ വടക്കുവശത്ത് ഈ 100 പേൾ വെക്കുന്നത് കൊണ്ട് കുബേരന്റെ ഒരു അനുഗ്രഹം, അതായത് കുബേരന്റെ അനുഗ്രഹം സാമ്പത്തികമായ അഭിവൃദ്ധി. സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വളരെ നല്ലതാണ് രത്നസ്ഥാപനം. ദിശാദോഷം പരിഹരിക്കുന്നത് കൂടാതെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് രത്നസ്ഥാപനം വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം വടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജ്യോതിഷപരമായിട്ട് സോമന്റെ സ്ഥലമാണ്. സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ സ്ഥലമാണ് വടക്കുവശം. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനകാരകനാണ്, മനസ്സിന് ഉള്ള കാര്യം ഇതൊക്കെ ഏറ്റവും ഇത് ചന്ദ്രനാണ്, അത് ജ്യോതിഷത്തിലുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ 100 പേള് വടക്കുവശത്ത് വയ്ക്കുന്നത് ചന്ദ്രന്റെ ആ സ്ഥലമായ അല്ലെങ്കിൽ സോമന്റെ സ്ഥലമായ വടക്കുവശത്ത് വയ്ക്കുന്നത് കൊണ്ട് മാനസികമായ വളരെയധികം സ്വസ്ഥതയും വളരെയധികം മനസ്സമാധാനം, മനസ്സിന് ശാന്തി, സമാധാനം ഇതെല്ലാം ഉണ്ടാകാനും ഏറ്റവും നല്ലതാണ് ഈ രത്നസ്ഥാപനം. അതിന് വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് ഈ രത്നസ്ഥാപനം. ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഇതാണ് രത്നസ്ഥാപന രീതി. അതേസമയം 9 പ്ലാനറ്റ് ഹാർമണൈസർ ആണെങ്കിൽ നേരത്തെ പോലെ 9 പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് ഈ പിന്നെ അതായത് ദിശാദോഷം ഇല്ലാതാക്കുന്നത് കൂടാതെ ഇപ്പൊ നമുക്ക് പ്ലാനറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ചില ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ചൊവ്വാദോഷം, ശനിയുടെ അപഹാരം പോലുള്ള ദോഷം, ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അതിനും ഈ 9 പ്ലാനറ്റ് ഹാർമണൈസർ നല്ലതാണ്. ദിശാദോഷ പിരമിഡുകൾ ദിശാദോഷം ഇല്ലാതാക്കുന്നുള്ള അല്ലാതെ മറ്റൊരു ഗുണവും അതിനില്ല. 9 പ്ലാനറ്റ് ഹാർമണൈസർ ദിശാദോഷത്തെ കുറയ്ക്കുന്നുള്ളത് കൂടാതെ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. കാരണം അവന്റെ പേരിൽ തന്നെ അറിയാം, നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് 9 പ്ലാനറ്റ് ഹാർമണൈസർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ദോഷങ്ങൾ നല്ല പരിധിവരെ ഇല്ലാതാക്കാൻ അതിന് സാധിക്കും. രത്നസ്ഥാപനം അതല്ല, വളരെ കൂടുതൽ ഗുണങ്ങൾ ശാരീരികമായും ആരോഗ്യപരമായും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ പിന്നെ നമുക്ക് പിന്നെ സാമ്പത്തികമായ ഉയർച്ച, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും രത്നസ്ഥാപനം വളരെ നല്ലതാണ്. അപ്പൊ ഈ ഒരു ഐഡിയ രത്നസ്ഥാപനത്തിൽ ഇതാണ്. രണ്ടാമത്തെ ദോഷമാണ്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു എർത്ത് ഫോഴ്സ്, രണ്ടാമത്തെ ദിശാദോഷം. മൂന്നാമത്തത് ഗൃഹമധ്യസൂത്ര വേദദോഷം. ഗൃഹമധ്യസൂത്രം ഗൃഹത്തിന്റെ മധ്യത്തിൽ കൂടി നമ്മള് കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായ വീടാണെങ്കിൽ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട്, വടക്ക് ദിശയ്ക്ക് അഭിമുഖമാണെങ്കിൽ വടക്കുന്ന് തെക്കോട്ട്. അതായത് മുൻവശത്ത് നിന്ന് പുറവശത്തൊക്കെ ഗ്രഹമധ്യത്തിൽ കൂടിയുള്ള ഒരു ഊർജ പ്രവാഹമാണ് ഗ്രഹമധ്യസൂത്രം. സൂത്രം എന്ന് പറഞ്ഞാൽ എനർജി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പൊ ഗ്രഹമധ്യത്തിൽ കൂടിയുള്ള ഒരു സൂത്രം, അതായത് ഗ്രഹത്തിന്റെ എന്താന്ന് പറഞ്ഞ പിന്നെ ഇത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഹൗസ്. താഴത്തെ നിലയിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. രണ്ടാമത്തെ നിലയിലൊക്കെ ഇനി വളരെ കുറവേ ഉള്ളൂ. ഏറ്റവും നമ്മൾ സാധാരണ താഴത്തെ നിലയെ മാത്രം നോക്കിയാൽ മതി. വീടിന്റെ മധ്യത്തിൽ കൂടി ഒരു എനർജി ഫ്ലോ മുൻവശത്ത് നിന്ന് പുറകോട്ടുണ്ട്. ആ എനർജി ഫ്ലോയെ ഭിത്തി കൊണ്ടോ തൂണ് കൊണ്ടോ തടുക്കാൻ പാടില്ല, വേദം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വേദം ഉണ്ടായാൽ അതിനാണ് ഗ്രഹമധ്യസൂത്ര വേദദോഷം എന്ന് പറയുന്നത്. ഗ്രഹമധ്യസൂത്രത്തെ വേദിക്കുന്നു. അത് ഭിത്തിയാകാം അല്ലെങ്കിൽ തൂണാകാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആ വേദദോഷം ഇല്ലാതാക്കണം. കാരണം വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഗ്രഹമധ്യസൂത്ര വേദദോഷം. മഹാദോഷമായിട്ട് പറയപ്പെടുന്ന ഒന്നാണ് ഗ്രഹമധ്യസൂത്ര വേദം. ഇപ്പൊ ഇവിടെ നോക്കുക, ഇതൊരു വീടാണ്. ഇതിന്റെ മധ്യത്തിൽ കൂടിയുള്ള ഗ്രഹമധ്യസൂത്രം ഫ്ലോ ചെയ്യുന്ന സ്ഥലമാണ് ഈ ലൈനിൽ കാണിച്ചത്. മധ്യത്തിൽ കൂടിയുള്ള ഗ്രഹമധ്യസൂത്രം ഫ്ലോ ചെയ്യുന്ന ഭാഗം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മതിൽ വന്നിരിക്കട്ടെ കുറുകെ. അപ്പൊ കുറുകെ ഒരു മതിൽ വരുമ്പോൾ ഈ മധ്യസൂത്രത്തിന് ആ മതിൽ തുറച്ചപ്പുറത്ത് അപ്പൊ മധ്യസൂത്രത്തിലൂടെ ബ്ലോക്ക് വരും. അതിനാണ് ഗ്രഹമധ്യസൂത്ര വേദം. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ ആ കറക്റ്റ് സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു ഹോൾ കൊടുത്താൽ മതി. അപ്പൊ ഹോള് കൊടുക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് വളരെ പ്രധാനമാണ്. കാരണം സ്ക്രീൻ കാണുന്നില്ലല്ലോ, ആർക്കും കാണുന്നില്ലേ? ഹലോ, പിന്നെ മ്യൂട്ട് ചെയ്യും. ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആർക്കും കാണുന്നില്ലേ? കാണുന്നില്ല. ആ കാണുന്നില്ല. ആരാ കാണുന്നില്ല എന്ന് പറഞ്ഞേ? ഹലോ, കാണുന്നില്ല എന്ന് പറഞ്ഞ ആരാണ്? ഒന്ന് ഞാനാണ് പ്രേംചന്ദ്. ഓക്കെ. പിന്നെ വേറെ ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ധനേഷ് കാണില്ല. എനിക്കും കാണുന്നില്ല സാറേ, എനിക്കും കാണുന്നില്ല. എനിക്ക് സാറിനെ കാണുന്നുണ്ടോ? മറ്റേ സാറ് കമ്പ്യൂട്ടർ സ്ക്രീൻ കാണുന്നുണ്ട്. ഇതുവരെ ഒന്നും കണ്ടില്ലേ? സാറിനെ കാണുന്നുണ്ടോ? ഡിസ്പ്ലേ ഇതുവരെ സ്ക്രീൻ കണ്ടിട്ടില്ല, സാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്ക്രീൻ കണ്ടില്ലെന്നുകൊണ്ട് ഇത് പറയണ്ടായിരുന്നു. സ്ക്രീനിലാണ് എല്ലാം കാണിക്കുന്നത്. ഞാൻ ആദ്യം പ്രസന്റ് ചെയ്ത് ശരിയായി കാണില്ല. ഒന്നുകൂടെ നോക്കട്ടെ, ഒരു സെക്കൻഡ്.
അത് എപ്പോഴും പ്രസന്റേഷൻ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം. ഇപ്പൊ എന്നെ കാണാമല്ലോ അല്ലേ? കാണാം സാർ. ഇനി ഞാൻ പ്രസന്റ് ചെയ്തതാണ്. ഓ, ഇപ്പൊ വാസ്തുദോഷ പരിഹാരങ്ങൾ എഴുതിയിരുന്ന വായിക്കാമോ? വായിക്കാം സാർ, വായിക്കാം. നേരത്തെ ഇതുപോലെ കണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഇതെല്ലാം ഞാൻ നേരത്തെ കുറെ കാണിച്ചാണ്. ഒന്നും കണ്ടില്ല, ഒന്നും കണ്ടില്ല. അതെ, നമുക്ക് കൂടുതലായില്ല.
പിന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ ഓടിച്ചുള്ള നമുക്ക് വാസ്തുദോഷ പരിഹാരങ്ങൾ 4 വിധത്തിലുണ്ട്. നിർമ്മിതിയിൽ കൂടി അതൊക്കെ പറഞ്ഞാണ്. പിരമിഡുകൾ ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ, രത്നപരിഹാരം, 4മത്താണ് അനുകൂല ഊർജ്ജ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിഹാരം. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വിവിധ ദോഷ പരിഹാരങ്ങൾ. 1ാമത്തെ എർത്ത് ഫോഴ്സ് കറക്ഷൻ. അത് 2 വിധത്തിലുണ്ട്. എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡ് ഉപയോഗിച്ചുള്ളതുണ്ട്, അതുപോലെ പിന്നെ ജിയോപതിക് സ്ട്രെസ് ലോഡ് ഉപയോഗിച്ചുള്ളത്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 2ാമത്തേത് ദിശാദോഷം. ദിശാദോഷത്തിന് 3 പരിഹാരങ്ങളുണ്ട്. ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ദോഷപരിഹാരങ്ങൾ 1 എർത്ത് ഫോഴ്സ് കറക്ഷൻ, അത് എഴുതിക്കോളൂ. നേരത്തെ എഴുതിയിട്ടുണ്ട് എർത്ത് ഫോഴ്സ് കറക്ഷൻ. വാസ്തുദോഷ പരിഹാരങ്ങൾ എഴുതിയിട്ട് ഹെഡിങ് ചെയ്തിട്ട് 1ാമത്തേത് എർത്ത് ഫോഴ്സ് കറക്ഷൻ. അത് 2 മെത്തേഡുണ്ട്. 1 എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡ് ഉപയോഗിച്ച്, 2 അല്ലെങ്കിൽ ബി ജിയോപതിക് സ്ട്രെസ് ലോഡ് ഉപയോഗിച്ച്. ജിയോപതിക് സ്ട്രെസ് ലോഡിന് ഷോർട്ട് ഫോം ആണ് GS ലോഡ്. ഷോർട്ട് ഫോമിൽ പറഞ്ഞത് GS ലോഡ് എന്നാണ്. 2ാമത്തേത് ദിശാദോഷം, എഴുതിക്കോളൂ. ദിശാദോഷത്തിന് പരിഹാരങ്ങളായിട്ട് 3 പരിഹാരങ്ങളാണുള്ളത്. 1ാമത്തേത് ദിക് കറക്ഷൻ പിരമിഡുകൾ സ്ഥാപിക്കുക. അത് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദിശാദോഷം 2 ദിക് കറക്ഷൻ പിരമിഡുകൾ സ്ഥാപിക്കുക, ആ ദോഷപരിഹാരം. 2ാമത്തേത് 9 പ്ലാനറ്റ് ഹാർമണൈസർ സ്ഥാപിക്കുക, വാസ്തു ക്രിയേഷൻസ് USA. അവിടെ ഉള്ള അവരുടെ പ്രോഡക്റ്റാണ് 9 പ്ലാനറ്റ് ഹാർമണൈസർ. 3ാമത്തേത് രത്നസ്ഥാപനം. ഇങ്ങനെ ദിശാദോഷത്തിന് 3 പരിഹാരങ്ങളാണുള്ളത്. ഇതിൽ നിസ്സാരദോഷം, അതായത് 11 ഡിഗ്രി അതിൽ കുറവാണ് ദോഷമെങ്കിൽ ഒരു പരിഹാരവും ആവശ്യമില്ല. 11 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെ സാമാന്യ ദോഷം, അല്ലെങ്കിൽ ഈ 3 ഏതെങ്കിലും 1 ചെയ്യണം. 23 ഡിഗ്രിയിൽ കൂടുതലാണ് ദോഷമെങ്കിൽ ഈ 3 പരിഹാരങ്ങളിൽ 2 ചെയ്യണം. പിന്നെ രത്നസ്ഥാപനം 2 വിധത്തിലുണ്ട്. രാഹു രീതിയും കേതു രീതിയും. രാഹു രീതി എന്ന് പറയുന്നത് മാനസാര എന്നുള്ള ഗ്രന്ഥത്തിൽ അതിൽ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ കേതു രീതി എന്ന് പറയുന്നത് മയമതത്തിലുണ്ട്. 2 പ്രാചീന ഗ്രന്ഥങ്ങളാണ്. വാസ്തുശാസ്ത്രത്തിലെ 2 പ്രാചീന ഗ്രന്ഥങ്ങളാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള 2 ഗ്രന്ഥങ്ങളാണ്. ഇതിൽ ഈ രത്നസ്ഥാപനം വിവരിച്ചിട്ടുള്ളത്. ഒന്നിൽ രാഹു രീതി, മറ്റേത് കേതു രീതി. ഇത് 2 നല്ലതാണ്. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ആൾക്കാർ കൂടുതൽ ചെയ്യുന്ന രാഹു രീതിയാണ്. ഇത്ര എഴുതിയല്ലോ അല്ലേ? എഴുതിയിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ. അടുത്ത 3ാമത്തേത് ഗൃഹമധ്യസൂത്ര വേദദോഷം ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വീട്, ഇത് ഗൃഹമധ്യം, ഇതാണ് മധ്യസൂത്രം. മധ്യത്തിൽ കൂടി പോകുന്ന ഒരു എനർജി ഫ്ലോ ആണ്. ആ എനർജി ഫ്ലോയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഫ്ലോ, അതായത് നമ്മളിപ്പോൾ ടൈൽസ് ഒക്കെ ഇടുകയാണെങ്കിൽ ടൈൽസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഫ്ലോറിന്റെ ലെവലിൽ നിന്നും മോളി പ്ലാസ്റ്റിക് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫിനിഷ്ഡ് സീലിംഗ് വരെയുള്ള ഹൈറ്റ് എടുത്തിട്ട് അതിന്റെ മധ്യത്തിൽ കൂടിയാണ് ഈ എനർജി ഫ്ലോ വരുന്നത്. അപ്പോൾ ആ മധ്യത്തിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ മധ്യത്തിൽ കൂടി ഭിത്തിയോ തൂണോ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഭിത്തിയോ തൂണോ കൊണ്ട് ബ്ലോക്ക് ചെയ്താൽ അതിന് ഗ്രഹമധ്യസൂത്ര വേദദോഷം എന്ന് പറയും. ഇപ്പൊ ഇതൊരു പടത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഭിത്തിയാണ്. ആ ഭിത്തി കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആ ബ്ലോക്ക് ചെയ്യുന്ന ഭാഗം കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു ഹോള് കൊടുക്കണം, ഒരു ദ്വാരം. അത് സാധാരണ 12 സെന്റിമീറ്റർ ഡയമീറ്ററുള്ള ദ്വാരം കൊടുക്കാം. ഇത് ഭിത്തിയാണ്, ഇത് ദ്വാരം, ഇത് പറഞ്ഞാൽ ഹോൾ. ആ കറക്റ്റായിട്ട് പോകുന്ന ഭാഗം കണ്ടുപിടിച്ചിട്ട് അവിടെ ആ ഭിത്തിയിൽ ഒരു ഹോൾ കൊടുക്കുക. അപ്പോൾ ആ മധ്യസൂത്രം കടന്നു പോകും. എന്നാൽ ചിലപ്പോൾ ഈ ഭിത്തി കുറുകെ വരും. ഇപ്പോൾ നെടുകയാണ്, ഇതാണെങ്കിൽ ചെയ്യാം. പക്ഷെ ഭിത്തി ഇപ്പം ഇവിടെ നോക്കുക, ഇവിടെ ഒരു വീടാണ്, ഇത് മധ്യസൂത്രം കടന്നു പോകുന്നു. ഇപ്പൊ ഭിത്തി ഇങ്ങനെ വന്നിരിക്കട്ടെ, അതിന് ആ ഭിത്തിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോട് ഇങ്ങനെ മധ്യസൂത്രം ഇങ്ങനെ ചിലവും വരാം. ഇങ്ങനെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഭിത്തിയുടെ ഇങ്ങേറ്റം പോലെ അങ്ങേയറ്റം വരെ ഹോൾ കൊടുക്കാൻ ഒക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ വീടിനെ ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പൊ ഇതിപ്പം വടക്കോട്ടാണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ വടക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കട്ടെ, വടക്ക് ഈ ഇടത്തുവശമാണ് വടക്കെങ്കിൽ നടന്നു നോക്കുക.
ഇത് ഭിത്തിയാണ്. അതങ്ങനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇപ്പം ഇങ്ങനെ എത്ര നീളമാണോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതിൻ്റെ പകുതി മധ്യം മാറും. ഇപ്പോൾ നമ്മൾ 100 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്താൽ 50 സെൻറ്റിമീറ്റർ മധ്യം മാറും. അങ്ങനെ ഗ്രഹമധ്യസൂത്രത്തെ നമുക്ക് മാറ്റി ഭിത്തിയുടെ വെളിയിലാക്കാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ രീതി. അങ്ങനെ ഗ്രഹമധ്യസൂത്ര വേദദോഷം രേഖ ഒന്ന് കുറുകയാണെങ്കിൽ ഹോളിടാം, ഇങ്ങനെ നെടുക ഇങ്ങനെ വരികയാണെങ്കിൽ ഹോളിടാൻ ഒക്കില്ല. മധ്യസൂത്രത്തെ മാറ്റാൻ വേണ്ടി വീട് അതിന് സ്ഥലമൊക്കെ ഉണ്ടായിരിക്കണം. അത് ഒന്നുകിൽ വടക്കോട്ടാകും, അല്ലെങ്കിൽ വടക്കോട്ടോ കിഴക്കോട്ടോ എക്സ്റ്റെൻഡ് ചെയ്യാറുള്ളൂ. കാരണം വീട് തെക്കോട്ടും പടിഞ്ഞാറോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ട് വടക്കോട്ടോ കിഴക്കോട്ടോ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ മധ്യസൂത്രത്തെ മാറ്റുക. ആ സമയത്ത് ചുറ്റോളം മാറത്തില്ല സാറേ? ചുറ്റളവ് മാറും, വീടിന്റെ ചുറ്റളവ് മാറും. അപ്പോൾ ഉത്തമമായ ചുറ്റളവിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ചുറ്റളവ് മാറ്റുമ്പോൾ നമ്മൾ എത്ര സെന്റിമീറ്റർ കൂടിയാൽ ഉത്തമം വരുന്നൊക്കെ നോക്കി അതെല്ലാം നോക്കിയിട്ടേ ചെയ്യാവും. ഇതിന് കണക്കുണ്ട്. കണക്ക് നമുക്ക് അഡ്വാൻസ് കോഴ്സിൽ പഠിക്കണം. ഇതൊക്കെ കൂട്ടാൻ ഇതിൻ്റെയൊക്കെയുള്ള കണക്കുകളുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ വേണം, അത്രേ ഉള്ളൂ. ഗ്രഹമധ്യസൂത്ര വേദദോഷം പ്രധാനപ്പെട്ട ഒരു ദോഷമാണ്. അപ്പോൾ അത് രണ്ടു വിധത്തിൽ ഇങ്ങനെ മാറ്റാൻ പറ്റും. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത നാലാമത്തത് ചുറ്റുദോഷം. ചുറ്റുദോഷം രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് വീടിൻ്റെ വെളിയിലത്തെ ചുറ്റളവ്, രണ്ട് മുറികളുടെ അകത്തെ ചുറ്റളവ്. ഈ രണ്ടും ചുറ്റുദോഷം എന്ന് പറയുന്നതിന് വരും. ഇപ്പൊ ഇതൊരു വീടാണെന്ന് കേട്ടാ, ഇപ്പൊ ഒരു റെക്ടാങ്കിൾ പോലെ കാണുന്ന ഒരു വീടാണ്. ആ വീടിന്റെ ചുറ്റുദോഷം മാറ്റാനായിട്ട് ഒരു വെസ്റ്റോട്ടിന് എക്സ്റ്റെൻഡ് ചെയ്തു വീട്. അങ്ങനെ വീട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വീടിന്റെ ചുറ്റു മാറും. അപ്പൊ ആ ദോഷമുള്ള ചുറ്റിനെ മാറ്റി നമുക്ക് ഉത്തമമായ ചുറ്റു വരണമെങ്കിൽ എത്ര പിന്നെ ഒരു വശത്തേക്ക് തള്ളണം നോക്കിയിട്ട് അത്രയും തള്ളു കൊടുത്തു കഴിഞ്ഞാൽ വീടിന്റെ ചുറ്റു മാറി ഉത്തമമായ ചുറ്റിലേക്ക് വരും. ഇത് നമുക്ക് കംപ്ലീറ്റ് ഫൗണ്ടേഷനും ബേസ്മെന്റും ഭിത്തിയും റൂഫും എല്ലാം ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ആ മൂലകളിൽ തൂണ് വെച്ചിട്ട് ബീം മാത്രം ചെയ്താലും മതി. റൂഫിന്റെ ഹൈറ്റ് ബീം ചെയ്ത് കണക്ട് ചെയ്താൽ മതി. ഇടയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. പിന്നെ ഇപ്പൊ രണ്ടാമത്തെ അവിടെ നോക്കുക. വടക്ക് കിഴക്ക് മാത്രം എക്സ്റ്റെൻഡ് ചെയ്തും ചുറ്റുദോഷം മാറ്റാൻ പറ്റും. കാരണം വടക്ക് കിഴക്കല്ലാതെ വടക്ക് കിഴക്കും പിന്നെ ഇങ്ങനെ എക്സ്റ്റൻഷൻ വരാം. വടക്കിന്റെ മധ്യത്തിലും കിഴക്കിന്റെ മധ്യത്തിലും ഇതുപോലെ എക്സ്റ്റൻഷൻ വന്നാലും ആകാം. പക്ഷെ മറ്റൊരു ഭാഗത്ത് എക്സ്റ്റൻഷൻ നല്ലതല്ല വീടിന്. തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ ഒന്നും വീടിന് എക്സ്റ്റൻഷൻ നല്ലതല്ല. അതുകൊണ്ട് വടക്ക് കിഴക്കോട്ട് ഇങ്ങനെ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ചുറ്റിനെ അപ്പോൾ വീടിന്റെ ചുറ്റിങ്ങനെ കറങ്ങി വരും. അപ്പോൾ അങ്ങനെയും വീടിന്റെ ചുറ്റിനെ നമുക്ക് ഉത്തമമാക്കാം. പിന്നെ വേറെന്നുള്ളത് താഴെ നോക്കുക. താഴെ വരുന്നു പിരമിഡ് വെച്ചും ചുറ്റുദോഷം പരിഹരിക്കാം. പക്ഷെ അതൊരു 100% അല്ല. 4 പിരമിഡ് വേണം അതിന്. അപ്പൊ ഇങ്ങനെ 4 പിരമിഡ് വയ്ക്കുമ്പോൾ അതിന്റെ ഡയറക്ഷൻ നോക്കണം. ആ പിരമിഡുകളിൽ കൂടിയുള്ള ഊർജ പ്രവാഹം അപ്രദക്ഷിണ ദിശയിൽ വരണം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ആരോ കാണിച്ചിരിക്കുന്നത്. ആ പിരമിഡുകളിൽ കൂടിയുള്ള ഊർജ പ്രവാഹം അപ്രദക്ഷിണ ദിശയിൽ വരത്തക്കവണ്ണം 4 പിരമിഡുകൾ സ്ഥാപിച്ചിട്ട് നമുക്ക് ഈ പിന്നെ ചുറ്റുദോഷം പരിഹരിക്കാം. പക്ഷെ ഇതൊരു 60% വരെയൊക്കെ ചുറ്റുദോഷം പരിഹരിക്കപ്പെടുകയുള്ളൂ. ആദ്യത്തെ 2 മറ്റും 100% ചുറ്റുദോഷം പരിഹരിക്കുമ്പോൾ പിരമിഡ് ഉപയോഗിച്ചുള്ളത് അത്ര എഫക്റ്റീവ് അല്ല. ഒരു 60 to 70% നല്ല പിരമിഡൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കറക്റ്റായിട്ടാണെങ്കിൽ ഒരു 60-70% വരെ മാത്രമേ ദോഷം പരിഹരിക്കപ്പെടുകയുള്ളൂ. ഈ 3 പടവും ഒന്ന് വരച്ചോളുക. വരച്ച് കാണുന്ന വിചാരിക്കുന്നു. ആരെങ്കിലും വരച്ച് കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഓക്കെ. ഇനി നമുക്കിവിടെ വേറെ കൺസെപ്റ്റ് ഉണ്ട്. മൊത്തം വീട് ഇപ്പം തായ് വീടും മൊത്തം വീടും ഉണ്ട്. അതായത് പൊക്കം ഒരേ പൊക്കമുള്ള റൂഫ് എല്ലാം തായ് വീട് വരും. പൊക്കം കുറഞ്ഞതോ അല്ലെങ്കിൽ പിന്നെ സ്ലോപ്പിംഗ് റൂഫോ അല്ലെങ്കിൽ ലിൻഡൽ ലെവലിലൊക്കെ ഒരു റൂം വരികയാണെങ്കിൽ അത് എക്സ്റ്റൻഷനായിട്ട് വരുള്ളൂ. അത് മെയിൻ വീട് അല്ലെങ്കിൽ തായ് വീട് വരില്ല. അതാണ് മൊത്തം വീടിന്റെ ചുറ്റം എന്ന് പറഞ്ഞാൽ തായ് വീടും എക്സ്റ്റൻഷനും കൂടെ കൂട്ടുന്ന ചുറ്റാണ് മൊത്തം വീടിന്റെ ചുറ്റ്. ഇപ്പൊ ഇതൊരു വീടാണ്. ആ ഒരു വീടിനാണെങ്കിൽ അത് തായ് വീടാണ്. അതിനിങ്ങനെ ഒരു എക്സ്റ്റൻഷൻ വരുന്നു. അപ്പൊ ഇത് എക്സ്റ്റൻഷനാണ്. അപ്പൊ മൊത്തം വീടെന്ന് പറഞ്ഞാൽ തായ് വീടിന്റെയും എക്സ്റ്റൻഷനും കൂടെ ഉൾപ്പെടെയുള്ള ചുറ്റും മൊത്തം വീടെന്ന് പറയും. തായ് വീടിന്റെ ചുറ്റെന്ന് പറഞ്ഞാൽ ആ വെളുത്ത ഭാഗത്ത് മാത്രമുള്ള ചുറ്റാണ്. ആ വെളുത്ത് കാണുന്ന ഭാഗം തായ് വീടാണ്. അതിന്റെ ചുറ്റാണ് തായ് വീടിന്റെ ചുറ്റ്. അതാണ് പ്രധാനം. എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള ചുറ്റിനെ മൊത്തം ചുറ്റെന്ന് പറയും. മൊത്തം വീടിന്റെ ചുറ്റ് അവിടെ വരച്ചോളൂ.
ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ അത് റൂഫ് ലെവലായിരിക്കില്ല. റൂഫ് ലെവലിലാണ് ചെയ്യുന്നതെങ്കിൽ അത് എക്സ്റ്റൻഷൻ അല്ല, തായ് വീടിന്റെ ഭാഗമായിട്ട് മാറും. നമ്മൾ ഈ നീലവർത്തി കാണിച്ചിരിക്കുന്ന എക്സ്റ്റൻഷൻ തായ് വീടിന്റെ അതേ പൊക്കത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, റൂഫ് സെയിം ലെവലിലാണ് ചെയ്യുന്നതെങ്കിൽ അത് എക്സ്റ്റൻഷൻ എന്ന് പറയില്ല, തായ് വീടിന്റെ ഭാഗമായിട്ട് തന്നെ മാറും. അതും തായ് വീടായിട്ട് മാറും. പഠിച്ചു കഴിഞ്ഞ് വിചാരിക്കുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അടുത്തത് ഉൾച്ചുറ്റ്, മുറികളുടെ ഉൾച്ചുറ്റ് കറക്റ്റ് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ലത് കബോർഡ് അല്ലെങ്കിൽ അലമാര ചെയ്ത് ഉൾച്ചുറ്റ് കറക്റ്റ് ചെയ്യാം. ഇപ്പം നോക്കുക, ഇതൊരു മുറിയാണ്. ആ മുറിക്ക് അതിൻ്റെ നീളം എന്ന് പറയുന്നത് 382 സെൻറ്റിമീറ്ററും എഴുതിക്കൊള്ളൂ. വീതി എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്ററുമാണ്. എന്നിരിക്കട്ടെ, നമ്മുടെ ഒരു മുറി 382 സെൻറ്റിമീറ്റർ നീളവും 300 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു മുറി. അതിൻ്റെ ഉള്ളിലുള്ള അളവാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ചുറ്റെത്ര വരും? നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും? ആരും പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. പെട്ടെന്ന് കൊണ്ട് എത്ര സമയം എടുക്കരുത്. 2 നമ്പർ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ ചെയ്തില്ല. 1364 കേട്ടില്ല. 1363 ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 1364 സെന്റിമീറ്റർ. അപ്പൊ ഇത് നമുക്കറിയാം, ഇത് മരണച്ചുറ്റാണ്. കാരണം 1215 സെന്റിമീറ്റർ മരണച്ചുറ്റളവുകൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമ്മുടെ ഒന്നാമത്തെ പുസ്തകത്തില് കൈക്കണക്ക് പട്ടിക കഴിഞ്ഞിട്ട് മരണച്ചുറ്റളവുകൾ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ ആദ്യം കിടക്കുന്നത് 1215 സെന്റിമീറ്റർ മുതൽ 1458 സെന്റിമീറ്റർ വരെയുള്ള മരണച്ചുറ്റാണ്. അപ്പൊ അതിനകത്ത് ഒരു ഇത്, അതായത് ഇവിടെ എഴുതാം, 1215 സെന്റിമീറ്റർ മുതൽ 1458 സെന്റിമീറ്റർ വരെയുള്ളത് മരണച്ചുറ്റാണ്. അപ്പൊ ഈ ചുറ്റളവ് മരണച്ചുറ്റി വരും, കാരണം ഇതിന്റെ ഇടയ്ക്കാണ്. അപ്പൊ ഈ മുറിയുടെ ചുറ്റും മരണച്ചുറ്റാണ്. മരണച്ചുറ്റൊക്കെ ആണെങ്കിൽ അലമാരി ചെയ്ത് തന്നെ കറക്റ്റ് ചെയ്യണം. അലമാരി ചെയ്ത് കറക്റ്റ് ചെയ്താൽ 100% അത് എഫക്റ്റീവാണ്. അപ്പൊ അതിന് നമ്മളൊരു അലമാരി ചെയ്യുക. അപ്പൊ എത്ര ചുറ്റളവ് എത്ര കൂട്ടിയാൽ ഉത്തമത്തിൽ വരും നോക്കണം. അപ്പൊ അതിന് ആദ്യമായിട്ട് നമ്മൾ ആ കൈക്കണക്ക് പട്ടിക എടുക്കുക. 1364 കൂടുതലുള്ള ഉത്തമമായ ചുറ്റളവ് നോക്കുക. എല്ലാവരും നോക്കുക. കൈക്കണക്ക് പട്ടിക എടുത്തിട്ട് 1364 1364 കൂടിയ ഉത്തമമായ ചുറ്റളവ് എത്രയാണെന്ന് നോക്കുക. അത് നോക്കിയിട്ട് പറയുക എത്ര കിട്ടിയെന്ന്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക. പെട്ടെന്ന് പറയണം. 1360 കൂടുതലുള്ള ഉത്തമമായ ചുറ്റ്. എല്ലാവർക്കും കിട്ടിയോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് 1464 ഉത്തമം കിട്ടിയത്? ഹലോ, 1464 രണ്ടുപേരായി. ആർക്കെങ്കിലും അത് മനസ്സിലാവാതുണ്ടോ? എങ്ങനെയാണ് 1464 സെന്റിമീറ്റർ ഉത്തമം കിട്ടിയത്? ആർക്കെങ്കിലും മനസ്സിലാവാതുണ്ടോ? കാരണം കൈക്കണക്ക് പറ്റിയ നോക്കുക. 1364 കൂടിയുള്ള ഉത്തമമായ ചുറ്റളവ് നോക്കുക. അവസാനം ഫലം എന്നുള്ള ഏറ്റവും അവസാനം ഉത്തമമോ മധ്യമോ അധമോ എന്നുള്ള എഴുതി. കേട്ടില്ല. ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞാണോ? ആരോ പറയുന്നത്? ഹലോ, ക്ലാസ്സിൽ പറഞ്ഞാണോ അത്? സംശയം ചോദിക്കുക, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക. ഇവിടെ ആരോ എന്തോ പറയുന്ന കേൾക്കാം, എന്തുവാണെന്ന് അറിഞ്ഞുകൂടാ. ക്ലിയർ അല്ല. ഓക്കെ. അപ്പൊ ചുറ്റളവ് 1364 എന്നുള്ള മരണച്ചുറ്റാണ്. അപ്പൊ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യണം. അപ്പൊ 1300 നമുക്കറിയാം 100 സെന്റിമീറ്റർ 1364 100 സെന്റിമീറ്റർ കൂട്ടി 1464 ആകും. അത് ഉത്തമമാണ്. അപ്പൊ 100 സെന്റിമീറ്റർ ചുറ്റളവ് കൂട്ടണം. അപ്പൊ അതിനിവിടെ നോക്കുക, നമ്മൾ അലമാരി ചെയ്യുന്നു. അപ്പൊ ആ പടത്തിലേക്ക് നോക്കുക. കാരണം അലമാരിയൊക്കെ ചെയ്യുമ്പോൾ ഈ അലമാരി ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സാധനം വയ്ക്കുമ്പോൾ ഒരു വെയിറ്റ് വരും. അപ്പൊ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അലമാരി ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ഇങ്ങനെ ഒരു അലമാരി ചെയ്യുന്നു, കണ്ടോ? ആ നീലവർത്തി കാണുന്ന ഒരു അലമാരിയാണ്. അപ്പൊ അത് 2 മൂലകളും ചേരാൻ പാടില്ല. അപ്പൊ ഒരു മൂലയും ചേർന്നിട്ടില്ല. അതിന് മൂല ചേരാതെ വേണം അലമാരി വെക്കാൻ. ആ അലമാരിയുടെ വെളിയിലോട്ട് തള്ള് 50 സെന്റിമീറ്റർ ആയിരിക്കും. ആ ഒരു തള്ളു കാണുന്നത് അവിടെ ആരോ കാണിക്കുന്നുണ്ട്. അത് 50 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ആ 50 സെന്റിമീറ്റർ തള്ളുള്ള അലമാരി വയ്ക്കുമ്പം ആ ചുറ്റ് നോക്കുക. അത് പിന്നെ
ഭിത്തിയോടങ്ങ് ചേർന്ന് താഴെ മുതൽ മോളി വരെ വേണം. ഫ്ലോർ ലെവൽ മുതൽ സീലിംഗ് ലെവൽ വരെ വേണം ഹൈറ്റുള്ള അലമാരി ആയിരിക്കണം. അപ്പോൾ ആ അലമാരിക്ക് അതിൻ്റെ വീതി ഇപ്പം അതിൻ്റെ പ്രൊജക്ഷൻ 50 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വീതി ഏറ്റവും കുറഞ്ഞത് 100 സെൻറ്റിമീറ്റർ വേണം. ഇതാണ് ആ വീതി. അവിടെ ഒരു ആരോ കാണിച്ചിട്ടുണ്ട്, അത് വീതിയാണ്. അത് മിനിമം 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ കുറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയും. അതുകൊണ്ട് മിനിമം ഒരു 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്ററെങ്കിലും വീതിയുള്ള ഒരു അലമാര 50 സെൻറ്റിമീറ്റർ തള്ളിയിരിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ 50 100 സെൻറ്റിമീറ്റർ ചുറ്റളവ് കൂടും വീടിൻ്റെ ആ മുറിയുടെ അകത്ത്. കാരണം അങ്ങനെ നമുക്ക് കറങ്ങി വരും. അപ്പോൾ 100 സെൻറ്റിമീറ്റർ കൂടുമ്പോൾ 1367 100 1464 സെൻറ്റിമീറ്റർ ആവും. അത് ഉത്തമമാണ്. അപ്പോൾ അങ്ങനെയാണ് അലമാര ചെയ്ത് ചുറ്റളവ് ഉത്തമമാക്കുന്നത്. ഇത് ചുറ്റളവ് കൂട്ടുകയാണ്. ചുറ്റളവ് കൂട്ടുന്നതിനാണ് ഇത് ചെയ്യുന്നത്. ഇനി ചുറ്റളവ് കുറയ്ക്കാനും പറ്റും, അതിലേക്ക് നമുക്ക് നോക്കാം. ഇതെല്ലാവരും ക്ലിയർ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ചുറ്റളവ് കൂട്ടി ഉത്തമമാക്കുന്നതിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഈ ചുറ്റളവ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1367 ഇത് 50 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ 50 ഇവിടെയും താഴെ 50 50 50 100 1360 100 1464 വരും. ഇത് ഉത്തമമാണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ ഇതും കൂടെ എഴുതിക്കണം. മുറിയുടെ മൂലകൾ ചേരാതെ തറ മുതൽ സീലിംഗ് വരെയുള്ള അലമാരകൾ ചെയ്ത് ചുറ്റുത്തമാക്കണം. മൂല ചേരാൻ പാടില്ല. മൂല ചേർന്നാൽ ചുറ്റളവിന് വ്യത്യാസം വരില്ല. അത് നമുക്ക് നോക്കാം, അടുത്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് എഴുതിക്കൊള്ളൂ. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി തീർന്നില്ലെങ്കിൽ പറയുക. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു മുറി 338 സെൻറ്റിമീറ്റർ നീളം, 300 സെൻറ്റിമീറ്റർ വീതി. ചുറ്റളവപ്പം 338 300 കൂട്ടി 2 കൊണ്ട് കുടിക്കുമ്പോൾ 1276 സെൻറ്റിമീറ്റർ വരും. ഇത് മരണച്ചുറ്റാണ്. കാരണം 1215 മുതൽ 1458 വരെ മരണച്ചുറ്റാണ്. അപ്പോൾ ഇതും ആ മരണച്ചുറ്റകത്ത് വരും. 1215 സെൻറ്റിമീറ്റർ മുതൽ 1458 സെൻറ്റിമീറ്റർ വരെയുള്ള മരണച്ചുറ്റാണ്. അപ്പോൾ ഈ മുറിയുടെ ഉൾചുറ്റും മരണച്ചുറ്റാണ്. പക്ഷെ ഇത് നമ്മൾ നേരത്തെ പോലെ അലമാരി ചെയ്ത് ചുറ്റളവ് കൂട്ടുകയാണെങ്കിൽ ഒരുപാട് കൂട്ടേണ്ടി, ഒരുപാട് അകത്തോട്ട് തള്ളിയുള്ള അലമാര വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ഒരു വശം കംപ്ലീറ്റ് ആയിട്ട് അലമാര ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കുക, സൗത്ത് വെസ്റ്റ്. ആ സൗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അലമാര ചെയ്യുന്നു. സൗത്ത് സൈഡ് കംപ്ലീറ്റ്. അവിടെ കഥകോ ജനലോ എല്ലാം ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള സ്ഥലം വിടാം. ബാക്കി ഭിത്തിയുള്ള കെട്ടുള്ള സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് അലമാര ചെയ്യണം. തറ മുതൽ റൂഫ് വരെ ചെയ്യണം. അത് ഇത് ഇപ്പോൾ 50 സെൻറ്റിമീറ്റർ വീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ 100 സെൻറ്റിമീറ്റർ ചുറ്റളവ് കുറയും. അപ്പോൾ 1276 100 കുറയുമ്പോൾ 1176 ആവും. ചുറ്റളവ് 1276 മൈനസ് 100 ആവും. 1170. ഇത് ഉത്തമമാണ്. 1176 ഉത്തമമാണ്. അപ്പോൾ ടേബിൾ നോക്കി അറിയാം, കൈക്കണക്ക് പട്ടികയിൽ നോക്കി അറിയാം. 1176 ഉത്തമമാണ്. അങ്ങനെ നമ്മൾ ചുറ്റളവ് കൂട്ടിയും ഉത്തമമാക്കാം, ചുറ്റളവ് കുറച്ചും ഉത്തമമാക്കാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇനി ഇത് കൂടാതെ പിരമിഡ് വെച്ചും ഇത് കറക്റ്റ് ചെയ്യാം. ഇപ്പം നോക്കുക, അവിടെ അപ്പോൾ അലമാരി ചെയ്യേണ്ട ആവശ്യമില്ല, പിരമിഡ് മാത്രം മതി. പക്ഷെ അതൊരു 100% അല്ല. മരണച്ചുറ്റിന് അത് പോരാന്നാണ് ശരിക്കും. മരണച്ചുറ്റുള്ള പിരമിഡ് വെച്ചാൽ പോരാ. കാരണം ഒരു മാക്സിമം 60% ഒക്കെ അതിൻ്റെ ഈ പിരമിഡ് കൊണ്ട് ചുറ്റളവ് കറക്റ്റ് ആവുള്ളൂ. 2 പിരമിഡ് വേണം. അതാ പിന്നെ ഈ 50 സെൻറ്റിമീറ്റർ കുറയ്ക്കുന്നത് ഈ 50 സെൻറ്റിമീറ്റർ മധ്യം വരത്തക്കോണം വേണം പിരമിഡ് വയ്ക്കാൻ. അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് മറ്റതിനെ നോക്കത്തക്കോണം നോക്കിക്കോളൂ. ഡയറക്ഷൻ നോക്കാം. ഒന്ന് തമ്മിൽ ഫേസ് ചെയ്യത്തക്കോണം വേണം ആ ഡയറക്ഷൻ വയ്ക്കാൻ. അപ്പോൾ ഒരു എനർജി ഫീൽഡ് ഉണ്ടാകും. ആ എനർജി ഫീൽഡ് വരെ ഉള്ളത് ആ ചുറ്റിനെ കറക്റ്റ് ചെയ്യും. ആ ഡയറക്ഷനോടെ പ്രത്യേകം കാണിക്കണം. പിരമിഡിൻ്റെ ഫേസ് ടു ഫേസ് ആയിട്ട് വരണം. ഒരു പിരമിഡ് അടുത്ത പിരമിഡിനെ നോക്കത്തക്കോണം വേണം ഡയറക്ഷൻ അതിൻ്റെ പിരമിഡ് സ്ഥാപിക്കാൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത സ്ഥാനദോഷം അടുത്ത ക്ലാസ്സിൽ എടുക്കാം.
9:45 കഴിഞ്ഞു. അപ്പം ആർക്ക് ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് അടുത്ത പോർഷനിലോ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമൊന്നുമില്ല. ഈ നമ്മള് ചുറ്റളവ് നോക്കുമ്പോഴേ നമ്മള് ഈ കെട്ടിടങ്ങൾ വെക്കുന്ന സമയത്തുള്ള ചുറ്റും അപ്പൊ അതിന്റെ ഭിത്തിയാണോ നോക്കുന്നത്? അതിന്റെ ഭിത്തിയുടെ പ്ലാസ്റ്റർ ഉൾപ്പെടെയാണോ നോക്കണേ? ഭിത്തിയുടെ പ്ലാസ്റ്റർ ഉൾപ്പെടെയുള്ള ഇതാണ് നോക്കുന്നത്. ഫിനിഷ്ഡ് ഭിത്തി ആയിരിക്കണം. പ്ലാസ്റ്ററിംഗ് എല്ലാം കഴിഞ്ഞ് ഫിനിഷ്ഡ് ഭിത്തി ആയിരിക്കണം. പ്ലാസ്റ്ററിംഗിന്റെ വെളിയിൽ കൂടെ വേണം എടുക്കാൻ. ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഇൻസൈഡ് എടുക്കുമ്പോൾ പ്ലാസ്റ്ററിംഗിന്റെ ഉള്ളില്, മുറിയുടെ ഉൾസൈഡ് എടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ ആ ഒരു അത്ര സെന്റിമീറ്റർ കുറച്ച് വേണം നമ്മൾ കട്ട കെട്ടാനായിട്ടല്ലേ? നമ്മൾ ആദ്യം കെട്ടുമ്പോഴേ നമ്മൾ ആ പ്ലാസ്റ്റിക് കൂടെ ഉൾപ്പെടെയാണ് നമ്മുടെ ചുറ്റെന്നുള്ള അതനുസരിച്ച് വേണം പിന്നെ കെട്ടാനായിട്ട്. കട്ട കെട്ടി. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, സംശയമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടോ? പിരമിഡുകളൊക്കെ എവിടെ മേടിക്കുന്നതൊക്കെ എവിടുന്ന ഈ പിരമിഡുകളൊക്കെ? പിരമിഡുകള് സാധാരണ എന്റെ ഞാൻ പിരമിഡായിട്ട് കൊടുക്കില്ല, അതുപോലെ എനർജൈസ് ചെയ്ത് സ്ഥാപിച്ചു കൊടുക്കും. കാരണം പിരമിഡ് നമ്മള് സാധാരണ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം, ശരിക്ക് അത് എനർജൈസ് ചെയ്യാനും സ്ഥാപിക്കാനും അറിഞ്ഞുകൂടാത്തവർ ചെയ്തു കഴിഞ്ഞാൽ ആ പിരമിഡിന്റെ പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പിരമിഡ് പിന്നെ ദോഷം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പിരമിഡ് എനർജൈസ് ചെയ്ത് ഏത് ദോഷമാണോ അതിനനുസരിച്ച് പിരമിഡ് എനർജൈസ് ചെയ്യണം. അങ്ങനെ എനർജൈസ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കും. ഓക്കെ സാർ. ഓക്കെ സാറേ, ഈ വേദദോഷത്തിന് ഹോൾ ഇടുന്ന കാര്യം പറഞ്ഞില്ലേ, അത് എത്ര ഇഞ്ച് വേണ്ടി വരും? അത് പിന്നെ ഗ്രഹമധ്യ സൂത്ര വേദത്തിനല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. ഗ്രഹമധ്യ സൂത്ര വേദത്തിന് ശരിക്ക് അതിന്റെ ഹോളിന്റെ സൈസ് എന്ന് പറയുന്നത് സൂത്രവീതിയുടെ അളവിലുള്ള ഹോള് വേണമെന്നാണ്. സൂത്രവീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ വാസ്തുമണ്ഡലത്തിന്റെ അളവില് ഇപ്പൊ വാസ്തുമണ്ഡല ദീർഘത്തെ 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ പദവിസ്താരം കിട്ടും. പദവിസ്താരത്തെ 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ സൂത്രവീതി കിട്ടും. അതായത് വാസ്തുമണ്ഡലത്തിന്റെ അളവിൽ 108 കൊണ്ട്, ആദ്യം 9 പിന്നെ 12, 12 108 കൊണ്ട് 108 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് സൂത്രവീതി. ആ സൂത്രവീതിയുടെ അത്രയും വേണമെന്നാണ് ശരിക്കും ശാസ്ത്രി പറയുന്നത് ഈ ഹോളിന്റെ അളവ്. പക്ഷെ അത് ജനറലായിട്ട് തമ്പ് റൂളായിട്ട് ഈ സൂത്രവീതി ചിലപ്പോൾ വാസ്തുമണ്ഡലമൊന്നും കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു തമ്പ് റൂൾ എന്നുള്ള വിധത്തിൽ ഒരു ജനറൽ റൂളിൽ 12 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്. മിനിമം 12 സെന്റിമീറ്റർ ഡയമീറ്റർ വേണം ആ ഹോളിന്. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. പിന്നെ അതുപോലെ ഈ കല്ലുപ്പ് വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഈ നെഗറ്റീവ് എനർജി പിരമിഡ് സ്ഥാപിക്കുന്നതിന്. അപ്പൊ അതിൽ ഈ ചില ആളുകൾ ഈ വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. പിരമിഡ് വെക്കുമ്പോൾ നമ്മൾ സാധാരണ പിരമിഡ് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2 ഇഞ്ച് പൊക്കത്തിൽ മണലിടും. അത് കഴിഞ്ഞ് 2 ഇഞ്ച് കല്ലുപ്പ്, അത് കഴിഞ്ഞ് 2 ഇഞ്ച് വേപ്പല, പിന്നെ ആര്യവേപ്പിന്റെ ഇല, ഇത് 3 ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് ഈ പിരമിഡ് വെക്കുന്നത്. എന്നിട്ട് പിരമിഡ് വെച്ചിട്ട് ചുടുകട്ടയിട്ട് കവർ ചെയ്തിട്ട് മണ്ണിട്ട് അങ്ങ് മൂടും. അപ്പോൾ മണ്ണിന്റെ അടിയിൽ 2 അടി താഴ്ചയില്ല. കാരണം അതിന് 2 അടിയോളം മണ്ണുണ്ടെങ്കിൽ ശരിക്കുള്ള എനർജി ആ പിരമിഡിന് പ്രത്യേകിച്ച് നെഗറ്റീവ് എനർജി അത് വലിച്ചെടുക്കും. എന്നിട്ട് അത് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി വലിച്ചെടുത്തിട്ട് അത് എർത്തിലേക്ക് അങ്ങ് വിടും. കാരണം എത്ര നെഗറ്റിവിറ്റിയും വഹിക്കാൻ കഴിവുള്ളതാണ് എർത്ത് എന്നാണ്. ഇപ്പൊ ആ പിരമിഡായ നെഗറ്റീവ് എനർജി വലിച്ചെടുത്തിട്ട് അത് എർത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് അങ്ങ് വിടും. അപ്പൊ അതാണ് ഈ പിരമിഡ്. അപ്പൊ ആവശ്യമുള്ള എർത്ത് ചുറ്റും വേണം. അതുകൊണ്ടാണ് സാധാരണ ഈ പിരമിഡൊക്കെ പണി കുഴിച്ചിടുമ്പോൾ 2 അടിയെങ്കിലും കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ 2-2.5 അടി കുഴിച്ചിട്ടാണ് പിരമിഡ് വെക്കുന്നത്. അത്ര താഴ്ചയിലാണ് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ സംശയം? ശരി സാർ. മറ്റെന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് തീർക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിന്റെ ഡേറ്റ് ഒക്കെ നോക്കണം. എല്ലാം വെള്ളിയാഴ്ച അല്ല, അതിന് വേറെ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തോണം. ഡേറ്റ് അയച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഡേറ്റ് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിന് സമയത്ത് തന്നെ വരിക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് ഓഫ് ചെയ്യാണ്. നമസ്കാരം.
നമസ്കാരം.